ത്തിലേക്ക് കടന്നു വരികയും 33.5 തിരുവയസ്സുവരെയും ജീവിക്കുവാനിടയായി തീർന്നു. നോക്കണമേ, താൻ 3.5 വർഷം ഈ ലോകത്തിൽ ശക്തമായിരിക്കുന്ന ശുശ്രൂഷകൾ ചെയ്യാനിടയായി തീർന്നു. തന്റെ അടുക്കൽ കടന്നു വന്നവരാരും എന്ത് ചെയ്തിട്ടില്ല, നിരാശയോടെ മടങ്ങിപ്പോകാനിടയായിട്ടില്ല. ഇന്ന് രാത്രിയിലും ഞങ്ങളുടെ ഉച്ചഭാഷയുടെ ശബ്ദപരിധിയിൽ കേൾക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോട് ആത്മാവിൽ ദൂത് വിളിച്ചു പറയുവാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് രാത്രിയിൽ നീറുന്ന വിഷയത്തോടെ എനിക്കിത് പരിഹരിക്കാൻ കഴിയയില്ല എന്നുള്ള ചിന്തയോടുകൂടി ആരെങ്കിലും ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ, 2024 വർഷങ്ങൾക്കപ്പുറമായിട്ട് സർവശക്തനായിരിക്കുന്ന യേശുവിന്റെ അടുക്കൽ കടന്നു വന്നവരാരും എന്ത് ചെയ്തിട്ടില്ല, നിരാശയോടെ മടങ്ങിപ്പോയിട്ടില്ല. നിങ്ങളൊന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ സർവശക്തനായിരിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യവും വിടുതലുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ഭവനത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ആ ദൈവത്തിന്റെ വിടുതലുകൾ അനുഭവിക്കുവാനിടയായിത്തീരും. നോക്കണമേ, ആ സർവശക്തനായിരിക്കുന്ന കർത്താവ് കടന്നു ചെന്ന മേഖലകളെല്ലാം വിടുതലും അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും വെളിപ്പെടുവാനിടയായി തീർന്നു. എന്തെന്ന് ചോദിച്ചാൽ, ആ കർത്താവിന്റെ സർവശക്തനായിരിക്കുന്ന ദൈവം തമ്പുരാൻ അവരുടേതായിരിക്കുന്ന വിഷയങ്ങൾക്ക് പരിഹാരം നൽകി കൊടുക്കുവാനിടയായി തീർന്നുവെന്ന് വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് കാണുകയാണ്. സ്തോത്രം. അതുപോലെ തന്നെ ഒരു വാക്യോടെ വായിക്കാൻ ആഗ്രഹിക്കുന്നു. മത്തായി സുവിശേഷം 21-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വേദവാക്യം, 21:10. അവൻ യെരൂശലേമിൽ കടന്നപ്പോൾ നഗരം മുഴുവനും വിളകി, ഇവൻ ആരെന്ന് പറഞ്ഞു. സ്തോത്രം. ഇവിടെ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ചോദിക്കുന്നു, നീ ആരാകുന്നു കർത്താവേ എന്ന് ചോദിക്കുമ്പോൾ, സർവശക്തനായിരിക്കുന്ന ദൈവം തമ്പുരാൻ യെരൂശലേം പട്ടണത്തിനകത്തേക്ക് കടന്നു ചെല്ലാനിടയായി തീരുകയാണ്. നോക്ക്, ഒരു പട്ടണം മുഴുവനും അവനെ കൊണ്ട് ഇളകുവാനിടയായി തീർന്നു. അങ്ങനെയെങ്കിൽ ഒരു പട്ടണത്തിനകത്ത് ഇന്നുവരെ കേൾക്കാത്ത, ഇന്നുവരെ അനുഭവിക്കാത്തതായിരിക്കുന്ന ഒരു വിടുതല് ആ പട്ടണത്തിനകത്ത് വെളിപ്പെടുമ്പോൾ ആ പട്ടണം മുഴുവൻ ഇളകാനിടയായി തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രിയിൽ സർവശക്തനായിരിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ കൃപ നമ്മുടെ ഭവനങ്ങളിലോ ഈ ദേശത്തോ വെളിപ്പെട്ടാൽ നിശ്ചയമായിട്ട് പട്ടണം ഇളകുവാനിടയായി തീരും. ഈ ദേശത്തെ ഭരിച്ചുകൊണ്ട് മനുഷ്യനെ മുഴുവനും പാപത്തിലേക്ക് തള്ളിയിടുന്ന എത്ര വലിയ അന്ധകാര ശക്തികളാണെങ്കിലും, എത്ര വലിയ ദേശത്തിന്റെ പോരുകളാണെങ്കിലും, ഇന്ന് പകൽക്കാലം സർവശക്തനായിരിക്കുന്ന ദൈവം തമ്പുരാൻ ഈ പട്ടണത്തിനകത്തേക്ക് ഇറങ്ങി വന്നാൽ, നമ്മുടെ ഓരോരുത്തരെയും ഭവനങ്ങളിനകത്തേക്ക് വെളിപ്പെട്ട് വന്നാൽ നിശ്ചയമായിട്ടും പട്ടണം ഇളകുവാനിടയായി തീർന്നുവെന്ന് തിരുവചനം വായിക്കുന്നത് പോലെ ഈ ദേശം ഇളകുവാനിടയായി തീരും. ഇതിനകത്ത് വ്യാപരിച്ചു നിൽക്കുന്ന മനുഷ്യരെ മുഴുവനും പാപത്തിനകത്ത് നിന്ന് പാപത്തിനകത്തേക്ക് വലിച്ചിടുന്ന അന്ധകാര ശക്തികൾ ഇന്ന് രാത്രികാലം ഈ ദേശം വിട്ടിളകുവാനിടയായി തീരും. എത്ര പേര് വിശ്വസിക്കുന്നു? 2024 വർഷങ്ങൾക്ക് മുമ്പ് യെരൂശലേം പട്ടണത്തിനകത്ത് തമ്പുരാന്റെ കാല് വെച്ചപ്പോ ആ പട്ടണം ഇളകിയെങ്കിൽ, ഇന്ന് പകലിൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ആ സർവശക്തനായിരിക്കുന്ന ദൈവം തമ്പുരാൻ ഈ ദേശത്ത് വെളിപ്പെട്ടാൽ നിശ്ചയമായി ഇവിടെ ചിലത് ഇളകുവാനിടയായി തീരും. കേൾക്കണമേ, അന്നുവരെ അവിടെ ശാസ്ത്രിമാർ പ്രസംഗിച്ചിട്ടുണ്ട്, അനേകർ ആ വഴിക്കൂടെ കടന്നുപോയിട്ടുണ്ട്. പക്ഷേ അന്നൊന്നും സംഭവിക്കാത്തതായിരിക്കുന്ന ചില സംഭവ വികാസങ്ങൾ ആ പട്ടണത്തിനകത്ത് വെളിപ്പെട്ടപ്പോൾ അവർക്ക് തോന്നുകയാണ്, ഇത് സാധാരണക്കാരനായിരിക്കുന്ന ഒരു വ്യക്തിയല്ല ഇതിനകത്ത് നമ്മുടെ പട്ടണത്തിനകത്തേക്ക് വന്നത്, ഇത് നസറേയനായിരിക്കുന്ന യേശുവാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ, ഒരു മനുഷ്യന്റെ ജീവിതത്തെ അർത്ഥം ഉള്ളതാക്കി മാറ്റുവാൻ ഈ തമ്പുരാന്റെ ഇടപെടിയിൽ വ്യക്തമായിട്ട് നമുക്ക് ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടാൽ നിശ്ചയമായും ആ സർവശക്തന്റെ പ്രവൃത്തികൾ നമ്മുടെ ഭവനങ്ങളിൽ വെളിപ്പെടുവാനിടയായി തീരും. നോക്കണം, ഒരു വാക്യോടെ വായിക്കാൻ ആഗ്രഹിക്കുന്നു. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 41-ാമത്തെ വേദവാക്യം കൂടെ, 4:41. അവർ വളരെ ഭയപ്പെട്ടു. കാറ്റും കടലും കൂടെ അവനെ അനുസരിക്കുന്നുവല്ലോ. ഇവർ ആരെന്ന് തമ്മിൽ പറയുവാനിടയായി തീർന്നു. കേൾക്കണമേ, യേശു തന്റെ ശിഷ്യന്മാരുമായിട്ട്
യാത്ര ചെയ്യുകയാണ്. യേശു പറഞ്ഞിട്ടാണ് അവർ പടകുമൊക്കെ എടുത്തുകൊണ്ട് മുന്നോട്ട് യാത്ര ചെയ്യുവാനിടയായി തീർന്നത്. സ്തോത്രം. എന്നാൽ അല്പം മുമ്പോട്ട് പടക് നീങ്ങിയപ്പോൾ, അല്പം കടലിനകത്തേക്ക് പടക് നീങ്ങുമ്പോൾ അവരുടെ ജീവിതത്തിനകത്ത് ഇന്നുവരെ കാണാത്തതായിരിക്കുന്ന കാറ്റുകളും കോളുകളും തിരമാലകളും അവരുടെ പടകിന് നേരെ ആഞ്ഞടിക്കുവാനിടയായി തീരുകയാണ്. നോക്ക്, ഇനി ഒരിക്കലും മുന്നോട്ട് യാത്രയില്ല എന്നവർ തീരുമാനിക്കുമ്പോൾ സർവശക്തനായിരിക്കുന്ന ദൈവം തമ്പുരാൻ അവരുടെ പടകിനകത്ത്, അല്ലെങ്കിൽ ശിഷ്യന്മാരുടെ പടകിനകത്ത് കിടന്നുറങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നോക്കിക്കേ, അവരെ കൊണ്ടാകുന്നിടത്തോളം പടകിനെ നിയന്ത്രിക്കാൻ നോക്കുകയാണ്. ശിഷ്യന്മാരെ കൊണ്ട് കഴിയുന്നിടത്തോളം അവർ പടകിനെ നിയന്ത്രിക്കുവാൻ നോക്കുന്നു. ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ ജീവിത വിഷയങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിനകത്ത്, നിങ്ങളുടെ പടകിനകത്ത്, നിങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ വിഷയങ്ങൾക്കും ഒരുപക്ഷെ നിങ്ങൾ തന്നെ പരിഹാരം കാണുവാൻ നിങ്ങൾ നോക്കുന്നുവെങ്കിൽ ഒരിക്കലും അത് നടക്കില്ല. കാരണം സർവശക്തനായിരിക്കുന്ന ദൈവം തമ്പുരാൻ നമ്മുടെ പടകിനകത്തുണ്ടെങ്കിൽ അവൻ നമ്മുടെ ഏതു നീറുന്ന വിഷയങ്ങളെയും നിശ്ചയമായിട്ട് അത് പരിഹരിക്കുവാൻ കഴിയും. ഞങ്ങളുടെ ശബ്ദപരിധിയിൽ നിങ്ങൾ കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ ഒറ്റ വാക്കിൽ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ്: നിങ്ങളുടെ ജീവിതത്തിനകത്ത് സ്വസ്ഥതയില്ലാതെ, സമാധാനമില്ലാതെ ആരെങ്കിലുമൊക്കെ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ, ഇന്ന് പകലിൽ ശിഷ്യന്മാരുടെ പടക ആടി ഉലയുന്ന സാഹചര്യത്തിനകത്ത്, തിരകൾ അതിനകത്ത് തള്ളിക്കയറുമ്പോൾ അവരെ കൊണ്ട് പരിഹരിക്കാൻ കഴിയാത്തതായിരിക്കുന്ന ചില കാര്യങ്ങൾ യേശു തമ്പുരാൻ തന്റെ ഒരൊറ്റ വാക്കുകൊണ്ട് അതിനെ ചെയ്യുകയാണ്, അതിന് പരിഹാരം വരുത്തുകയാണ്. ഇന്നലകളിൽ നിങ്ങൾ നോക്കിയിട്ട് പരിഹരിക്കാൻ കഴിയാത്തത്, ഇന്നലകളിൽ നിങ്ങൾ ചേർന്ന് നോക്കിയിട്ട് പരിഹരിക്കാൻ കഴിയാത്ത ചില വിഷയങ്ങൾ നിങ്ങളുടെ കുടുംബത്തിനകത്ത്, നിങ്ങളുടെ വ്യക്തിപരമായിരിക്കുന്ന ജീവിതത്തിനകത്ത് വെളിപ്പെടുന്നുണ്ടെങ്കിൽ, അന്ന് കാറ്റിനെയും കടലിനെയും ശാസിച്ചതായിരിക്കുന്ന സർവശക്തനായിരിക്കുന്ന ദൈവത്തെയാണ് ഇന്ന് രാത്രിയിൽ ഞങ്ങൾ പ്രസംഗിക്കുന്നത്. നിശ്ചയമായും ആ പ്രസംഗിക്കുന്ന തമ്പുരാൻ ഈ ഞങ്ങൾ പ്രസംഗിക്കുന്ന മേഖലകളിൽ കടന്നു വന്നിട്ടുണ്ട്. അവൻ നിശ്ചയമായും നിങ്ങളുടെ നീറുന്ന വിഷയത്തിനകത്ത് പരിഹാരം തരുവാനിടയായിത്തീരും. ഹല്ലേലൂയ. ശിഷ്യന്മാർ സ്വന്തമായിട്ട് വിഷയങ്ങളെ പരിഹരിക്കാൻ നോക്കുകയാണ്. അവർ സ്വന്തമായിട്ട് കാറ്റിനെയും കടലിനെയൊക്കെ ജയിക്കാൻ നോക്കുകയാണ്. അത് അവരുടെ ജീവിതത്തിനകത്ത് പരാജയപ്പെട്ടപ്പോഴാണ് സർവശക്തനായിരിക്കുന്ന ദൈവത്തിന്റെ, കർത്താവായിരിക്കുന്ന യേശു കർത്താവിന്റെ അടുക്കലേക്ക് അവർ കടന്നു വരുന്നത്. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങളെ കൊണ്ട് പരിഹരിക്കാൻ കഴിയാത്ത വിഷയങ്ങളെ ഇന്ന് രാത്രിയിൽ ആ കർത്താവായിരിക്കുന്ന യേശു കർത്താവിന്റെ കരങ്ങളിലേക്ക് നിങ്ങൾ ഇന്ന് രാത്രിയിൽ വിട്ടുകൊടുക്കുന്നുവെങ്കിൽ നിശ്ചയമായും ആ സർവശക്തനായിരിക്കുന്ന ദൈവം തമ്പുരാൻ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാനിടയായിത്തീരും. എന്തിനാണ് ഞങ്ങൾ ഇന്ന് രാത്രിയിൽ ഇതുപോലുള്ളതായിരിക്കുന്ന മീറ്റിങ്ങുകൾ ക്രമീകരിക്കുന്നത്? ഞങ്ങൾ ഏതെങ്കിലും പുസ്തകത്തിൽ നിന്ന് പഠിച്ചു പറയുന്ന വാക്യങ്ങളല്ല. ഞങ്ങളുടെ ജീവിതത്തിനകത്ത് സർവശക്തനായിരിക്കുന്ന ദൈവം തമ്പുരാൻ ചെയ്ത പ്രവർത്തികളാണ് ഇത്. നോക്കിക്കേ, അവരെ കൊണ്ട് കഴിയാത്ത കാര്യങ്ങൾ സർവശക്തനായിരിക്കുന്ന ദൈവം തമ്പുരാൻ ഒറ്റ വാക്കുകൊണ്ട് അതിനെ ശാസിക്കുമ്പോൾ കാറ്റും കടലും കൂടെ അവൻ എന്ത് ചെയ്യുന്നു? അവനെ അനുസരിക്കുവാനിടയായി തീരുകയാണ്. ഇത് കണ്ട് അവർ ചോദിക്കുന്നു, നമ്മുടെ പടകിനകത്തു കിടക്കുന്നവൻ, നമ്മുടെ പടകിനകത്തുള്ളവൻ ആരാണെന്ന് അവർ തമ്മിൽ ചോദിക്കുകയാണ്. ഇന്ന് പകലിലും ഇന്ന് രാത്രിയിലും ഉയർന്നു കേൾക്കുന്ന ഒരു ശബ്ദം ഇതാണ്: യേശു ആരാണ്? ആമേൻ. സ്തോത്രം. ശിഷ്യന്മാര് ചോദിക്കുന്നു, യെരൂശലേം പട്ടണത്തിനകത്തേക്ക് കടന്നു ചെന്നപ്പോൾ യഹൂദ ശാസ്ത്രിമാരൊക്കെ ചോദിക്കുന്നു, ഇവനാര്? ശിഷ്യന്മാര് ചോദിക്കുന്നു, ഇവനാര്? ഇന്ന് പകലിലും അനേക സ്ഥലങ്ങളിൽ ഞങ്ങൾ ചെന്ന് കർത്താവായിരിക്കുന്ന യേശുവിന്റെ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ഈ യേശു ആരാണെന്ന് അനേകര് ചോദിക്കാറുണ്ട്. ഇന്ന് രാത്രിയിലും യേശു ആരാണെന്ന് വ്യക്തമായൊരു മനുഷ്യന് മനസ്സിലായ, യേശു ആരാണെന്നുള്ളതായിരിക്കുന്ന സത്യം നിങ്ങൾ ഇന്ന് രാത്രിയിൽ മനസ്സിലാക്കിയെടുത്താൽ ഒരിക്കലും ഈ സുവിശേഷത്തോട് നിങ്ങൾക്ക് പുറംതിരിഞ്ഞു നിൽക്കാൻ കഴിയത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനും മനുഷ്യന്റെ രക്ഷയ്ക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരേ ഒരു നാമമുണ്ടെങ്കിൽ അത് ഞങ്ങൾ ഇന്ന് രാത്രിയിൽ പ്രസംഗിക്കുന്ന കർത്താവായിരിക്കുന്ന യേശു കർത്താവിന്റെ നാമമാണ്. ഹല്ലേലൂയ.
അനേകരുടെ ചോദ്യം ഇതാണ്, അവൻ ആരാണ്? അല്ലെങ്കിൽ യേശു ആരാണ്? ദൈവങ്ങളുടെ കൂടെ ഒരു ദൈവമല്ല യേശു, പിന്നെയോ അഖിലാണ്ടത്തിന്റെ ഉടയവനായിരിക്കുന്ന സർവശക്തനായിരിക്കുന്ന ദൈവം തമ്പുരാൻ മനുഷ്യനെ സ്നേഹിച്ചുകൊണ്ട്. അല്ല സഹോദരങ്ങളെ, ഈ ശബ്ദപരിധിയിൽ ഞങ്ങളെ കേൾക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹിച്ചുകൊണ്ട് ഈ താണലോകത്തിലേക്ക് അവൻ വരാനിടയായി തീർന്നു. വന്നത് വൃഥാവായിട്ടല്ല, മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടിയാണ്. ഒരു കാലഘട്ടത്തിൽ ഞങ്ങളും വിശ്വസിച്ചിരുന്നത് ഇതാണ്, യേശു തമ്പുരാൻ, യേശു കർത്താവ്, അല്ലെങ്കിൽ ഈ സുവിശേഷം ഒക്കെ ഏതോ ഒരു മതത്തിനു വേണ്ടിയുള്ളതാണ്. അല്ല, ഇത് ഈ ഉലകത്തിൽ പിറന്നു വീഴുന്ന ഓരോ വ്യക്തികളും അറിഞ്ഞിരിക്കേണ്ടതും അത് മനസ്സിലാക്കിയിരിക്കേണ്ടതുമായിട്ടുള്ളൊരു സന്ദേശമായതുകൊണ്ടാണ് ഇന്ന് രാത്രിയിൽ ഞങ്ങള് ഈ സന്ദേശം ഈ ദേശത്തോട് അറിയിക്കുവാനിടയായിത്തീരുന്നത്. അപ്പോൾ കർത്താവ് ശുശ്രൂഷകൾ ചെയ്ത് കാറ്റും കടലുമൊക്കെ ശാസിച്ചുകൊണ്ട് തന്റെ ശുശ്രൂഷ മുന്നോട്ട് കടന്നു പോകാനിടയായി തീർന്നു. തന്റെ ശുശ്രൂഷയിൽ അനേകര് വിടുതൽ പ്രാപിക്കാനിടയായി തീർന്നു. ഇന്ന് രാത്രിയിലും വിടുതലിന് കൊതിക്കുന്ന, വിടുതലുകൾ ആഗ്രഹിക്കുന്ന, എന്റെ ജീവിതത്തിനകത്തൊരു ശാന്തത ആഗ്രഹിക്കുന്ന, എന്റെ ജീവിതത്തിനകത്ത് ഒരു സമാധാനം ആഗ്രഹിക്കുന്ന എത്ര വ്യക്തികളുണ്ടോ അത് ഇന്ന് നിശ്ചയമായി നിങ്ങൾ കടന്നു വരുവാൻ തയ്യാറാണെങ്കിൽ, നിങ്ങൾ ആ ശിഷ്യന്മാര് ശാന്തതയോടെ ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോയതുപോലെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു ശാന്തതയുടെ രാത്രിയാണിത് നിശ്ചയമായിട്ടും. അതിന് യാതൊരുവിധ തർക്കവുമില്ല. വിശ്വാസത്തോടുകൂടെ കർത്താവേ, എന്റെ ജീവിതത്തിനകത്ത് ഇന്നലകളിൽ ഉണ്ടായ ായിരിക്കുന്ന അസമാധാനത്തെ മാറ്റി സമാധാനം എന്റെ കുടുംബത്തിനകത്ത്, മദ്യപാനം കൊണ്ടുള്ളതായിരിക്കുന്ന അസമാധാനം, തലമുറയെക്കുറിച്ചുള്ള ഭാരം ഇന്ന് രാത്രിയിൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവിന് ഞങ്ങൾക്ക് വിശ്വാസത്തോടെ വിളിച്ചു പറയാൻ കഴിയും. ഒരു കാലഘട്ടത്തിൽ സന്തോഷമില്ലാതെ സമാധാനമില്ലാതെ സഞ്ചരിച്ച ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിനകത്ത് സമാധാനത്തെ നൽകിത്തന്ന സർവശക്തനായിരിക്കുന്ന ദൈവം തമ്പുരാൻ അതിന്റെ സുവിശേഷമാണ് ഇന്ന് രാത്രിയിൽ നിങ്ങളോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് കടന്നു വരാനിടയായി. തന്റെ ശുശ്രൂഷകൾ കാനാവിലെ കല്യാണ വീട്ടിൽ അടയാളങ്ങളുടെ ആരംഭമായി താൻ ചെയ്യാനിടയായി തീർന്നു. പിന്നീട് ഇങ്ങോട്ട് നോക്കിയാൽ അത്ഭുതങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെ നമുക്കതിനകത്ത് കാണാൻ കഴിയും. കുരുടരായിട്ട് അനേകർ കടന്നു വരുന്നു, അവർ സൗഖ്യം പ്രാപിച്ചു മടങ്ങിപ്പോകുന്നു. അതുപോലെ തന്നെ ഇതര രോഗങ്ങളാൽ ഭാരപ്പെട്ടവർ അനേകർ കടന്നു വരികയാണ്, അവരെല്ലാം സൗഖ്യം പ്രാപിച്ചവരായി മടങ്ങിപ്പോകുന്നു. തന്റെ സമയം അവസാനിച്ചപ്പോൾ സർവശക്തനായിരിക്കുന്ന ദൈവം തമ്പുരാൻ തന്നെ താൻ ഏൽപ്പിച്ചു കൊടുക്കാനിടയായി തീർന്നുവെന്ന് വിശുദ്ധ വേദപുസ്തകം വായിക്കുകയാണ്. എന്ന് വെച്ചാൽ അന്നത്തെ റോമൻ സാമ്രാജ്യത്തിന്റെയും അവരുടെ ഭരണകൂടത്തിന്റെയും മിടുക്കല്ല യേശുവിനെ ക്രൂശീകരിക്കുവാനിടയായി തീർന്നത്. പിന്നെയോ സർവശക്തനായിരിക്കുന്ന ദൈവം തമ്പുരാൻ തന്നെ താൻ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. നോക്കിക്കേ, യേശുവിനെ കൊണ്ടുപോയി കോടതികൾ മാറി മാറി വിസ്തരിച്ചുകൊണ്ട് യേശുവിന്റെ മുഖത്ത് നോക്കി അന്നത്തെ പീലാത്തോസ് ഇങ്ങനെ ചോദിക്കുന്നു, എനിക്ക് നിന്നെ വേണമെങ്കിൽ എന്തും ചെയ്യാനുള്ള അധികാരമുണ്ട്, നിന്നെ വേണമെങ്കിൽ വെറുതെ വിട്ടയക്കുവാനുള്ളത് അധികാരം എന്റെ അടുത്തുണ്ട്, നിന്നെ ശിക്ഷിക്കുവാനുള്ള അധികാരം എന്റെ അടുത്തുണ്ട്. അവന്റെ മുഖത്ത് നോക്കി യേശു തമ്പുരാൻ വളരെ സാവധാനത്തോടെ പറയുന്നു, മേലിൽ നിന്ന് നിനക്ക് കിട്ടിയിട്ടല്ലാതെ എന്നെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അതിന്റെ അർത്ഥം ഇങ്ങനെയാണ്, എന്നെ അയച്ചവൻ ഒരുവനുണ്ട്, അവന്റെ പദ്ധതിയല്ലാതെ നിന്റെ ഭരണത്തിന്റെ മിടുക്കോ നിന്റെ കാശിന്റെ മിടുക്കോ നിന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. പിന്നെയോ എന്റെ മേലൊരു ആക്ഷൻ എടുക്കണമെങ്കിൽ എന്നെ കുറിച്ച് സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ തീരുമാനിക്കാനിടയായി തീരണം. അന്ന് വെച്ചാൽ മേലിൽ നിന്ന് എന്തെങ്കിലും വന്നിട്ടല്ലാതെ നിനക്കെന്നെ തൊടാൻ കഴിയത്തില്ല എന്ന് വെളിപ്പെടുത്തുകയാണ്. തമ്പുരാൻ തന്നെ താൻ ഏൽപ്പിച്ചു കൊടുക്കാനിടയായി തീർന്നു. സ്തോത്രം. എത്ര പേർക്ക് ഇന്ന് രാത്രിയിൽ സന്തോഷമുണ്ട്? തന്നെ താൻ ഏൽപ്പിച്ചു കൊടുക്കാനിടയായി തീർന്നു. ആ ക്രൂശിൽ താൻ അവസാന തുള്ളി രക്തം വരെയും ഒഴുക്കാനിടയായി. എന്തിനു വേണ്ടിയാണ് ഒഴുക്കിയതെന്ന് ചോദിച്ചാൽ, മനുഷ്യന്റെ പാപത്തെ മായ്ച്ചു കളയുവാൻ
ഒരു മാർഗവും ഇല്ലാതിരിക്കുമ്പോൾ മനുഷ്യൻ പാപത്തിൽ നിന്ന് പാപത്തിനകത്തേക്ക് കടന്നുപോകുന്ന കാലഘട്ടത്തിൽ തന്റെ അവസാന തുള്ളി രക്തം വരെയും അവൻ ഊറ്റിത്തരാനിടയായി തീർന്നു. എന്തിനു വേണ്ടി? നിന്റെ പാപം എത്ര കടും ചുവപ്പാണെങ്കിലും അതിനെ ഞാൻ ഹിമം പോലെ വെളുപ്പിക്കാമെന്ന് വിശുദ്ധ വേദപുസ്തകം വായിക്കുമ്പോൾ യേശുവിന്റെ രക്തത്തിന് നിന്റെ മേൽ കിടക്കുന്ന സകല പാപത്തിനും പരിഹാരം വരുത്തുന്നതിന് വേണ്ടി 33 തിരുവയസ്സ് പ്രായമുള്ള ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്നതായിരിക്കുന്ന യേശു കുഞ്ഞാടിന്റെ അവസാന തുള്ളി രക്തം വരെയും ചിന്തുവാനിടയായി തീർന്നു. എന്താണ് കാൽവരി വിളിച്ചു പറയുന്നത്? മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി ഇനി ഒരു മാർഗമില്ല. അതാണ് ആ കാൽവരിയിൽ നമ്മൾ ഉയർന്നു കാണുന്നത്. നോക്കിക്കേ, അവന്റെ പാപത്തിന്റെ, മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി ആ ക്രൂശിൽ നിന്ന് പാഞ്ഞൊഴുകുന്നതായിരിക്കുന്ന ഓരോ തുള്ളി രക്തത്തിനും മാമേൻ അതിന് നിന്റെ പാപത്തെ മായ്ച്ചു കളയാൻ കഴിയുന്നുണ്ട്. അതിനുവേണ്ടി ഇനി ഇതര മാർഗങ്ങൾ സ്വീകരിക്കേണ്ടത് ആവശ്യമില്ല. മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഇനിയൊരു മറ്റൊരു മാർഗവുമില്ല. എന്താണ്? ആ കാൽവരിയിൽ നമുക്ക് വേണ്ടി 2024 വർഷങ്ങൾക്ക് മുമ്പ് ഒഴുക്കിയ രക്തം കൊണ്ട് നമ്മുടെ പാപത്തിന് പരിഹാരം വരുവാനിടയായി തീരും. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷേ നമ്മളിൽ പലരും ചിന്തിക്കുവാൻ സാധ്യതയുണ്ട്, മനുഷ്യൻ പാവിയല്ല, മതങ്ങളാണ് അവനെ പാവിയാക്കി മാറ്റിയതെന്ന്. ആരൊക്കെ എവിടെ എഴുതിയത് ഞാൻ ഇങ്ങനെ വായിച്ചിട്ടുണ്ട്. എന്നാൽ യഥാർത്ഥമായിരിക്കുന്ന ഇന്ന് നടക്കുന്ന അക്രമങ്ങളുടെയും അനീതിയുടെയും കൊലകളുടെയും കൊലപാതകത്തിന്റെ ഒക്കെ പിന്നിൽ വ്യാപരിക്കുന്നത് പാപമാണ്. അങ്ങനെയെങ്കിൽ മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി ഇനിയൊരു മറ്റൊരു മാർഗമില്ലാതിരിക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ ഞങ്ങൾ നിങ്ങളെ വളരെ സ്നേഹത്തോടുകൂടെ ഞങ്ങൾ ഈ ക്രൂശിംഗിലേക്ക്, ആ യേശുവിന്റെ രക്തത്തിനകത്തേക്ക് നിങ്ങളെ ഞങ്ങൾ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. നീ ഇനി പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മറ്റൊരു മാർഗം തിരയേണ്ട ആവശ്യമില്ല. ഇന്ന് രാത്രിയിൽ 2024 വർഷങ്ങൾക്ക് മുമ്പ് ആ കാൽവരിയിൽ അവസാന തുള്ളി രക്തവും ചിന്തി സർവശക്തനായിരിക്കുന്ന കർത്താവ് തന്റെ അവസാന തുള്ളി രക്തവും ചിന്തിയത് എന്റെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടിയാണെന്ന് ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുന്നുവെങ്കിൽ നിന്റെ പാപത്തിന് പരിഹാരം വരുവാനിടയായി തീരും. യേശു തമ്പുരാൻ മരിച്ചടക്കപ്പെട്ട് യോസേപ്പിന്റെ പുതുപുത്തൻ കല്ലറയിൽ അടക്കപ്പെടുവാനിടയായി തീർന്നു. അടക്കപ്പെട്ടപ്പോൾ യേശു ഒരിക്കലും പുറത്തു വരരുന്നുള്ളതായിരിക്കുന്ന ഇതുകൊണ്ട് ചങ്ങലകളാ ബന്ധിക്കപ്പെട്ട് പടയാളികളെ കാവൽ നിർത്തുവാനിടയായി തീർന്നു. എന്നാൽ 3-ാമത്തെ ദിവസം യോസേപ്പിന്റെ പുതുപുത്തൻ കല്ലറയെ തിരികെ കൊടുത്തുകൊണ്ട് ആ സർവശക്തനായിരിക്കുന്ന ദൈവം തമ്പുരാൻ അവൻ ഉയർത്തെഴുന്നേൽക്കാനിടയായി തീർന്നു. ആ കർത്താവ് ഉയർത്തെഴുന്നേറ്റ്, സർവശക്തനായിരിക്കുന്ന കർത്താവ് ഉയർത്തെഴുന്നേൽക്കാനിടയായി തീർന്നു. 500-ലധികം വരുന്നതായിരിക്കുന്ന വ്യക്തികൾക്ക് താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അനേക ദൃഷ്ടാന്തങ്ങളാൽ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ഇന്ന് രാത്രിയിലും ഞങ്ങളുടെ പ്രസംഗിക്കുന്നത് ധൈര്യത്തോടെ പ്രസംഗിക്കുന്നത് അവൻ ഇന്ന് രാത്രിയിലും ജീവിച്ചിരിക്കുന്നുവെന്ന് ഞങ്ങൾക്ക് അനേക ദൃഷ്ടാന്തങ്ങളാൽ അവൻ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഇന്ന് രാത്രിയിലും സന്തോഷത്തോടും സമാധാനത്തോടും വളരെ ആഗ്രഹത്തോടും കൂടെ ഞങ്ങൾ പ്രസംഗിക്കുന്നത്. അവൻ 500-ലധികം വരുന്ന വ്യക്തികൾക്ക് താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അനേക ദൃഷ്ടാന്തങ്ങളാൽ അവൻ വെളിപ്പെടുത്തി കൊടുക്കാനിടയായി തീർന്നു. ശിഷ്യന്മാര് യേശുവിന്റെ അടുക്കൽ ചെന്നപ്പോൾ യേശു ശിഷ്യന്മാരോട് ആ കർത്താവ് പറഞ്ഞത് ഇങ്ങനെയാണ്: നിങ്ങൾ കടന്നുപോയി ഭൂലോകമ്പാടും കടന്നു ചെന്ന് യേശുവിന്റെ സുവിശേഷം എന്ത് ചെയ്യുക? ഞാൻ പഠിപ്പിച്ചതൊക്കെയും ഈ സുവിശേഷം എല്ലാവരോടും അറിയിക്കുക. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. എത്ര പേർക്ക് സന്തോഷമുണ്ട് ഈ വാക്യം കേട്ടപ്പോ? അപ്പോ യേശു എല്ലാ നാളും ഞങ്ങളോട് കൂടെയുണ്ട്, നമ്മൾ ഓരോരുത്തരോടും കൂടെയുണ്ട് എന്ന് ആ സർവശക്തനായിരിക്കുന്ന ദൈവം തമ്പുരാൻ അവർക്ക് വാക്ക് കൊടുക്കാനിടയായി തീർന്നു. എന്നാൽ കാലം അല്പം മുന്നോട്ട് കടന്നു പോകാനിടയായി തീർന്നു. രക്ഷിക്കപ്പെട്ടവരുടെ ഒരു കൂട്ടം യെരുശലേമിൽ അവർ കൂടി വരാനിടയായി തീർന്നു. അവൻ പത്രോസിന്റെ ഒറ്റ പ്രസംഗത്തിനകത്തേക്ക്, യേശുവിന്റെ മാർഗത്തിനകത്തേക്ക് കടന്നു വന്നത് 3000 പേരാണ്. അത് കഴിഞ്ഞിങ്ങോട്ട് ആ ജനങ്ങൾ യേശുവിന്റെ അടുക്കലേക്ക്
കടന്നു വരാനിടയായി തീർന്നു. അത് 1000, 3000, 6000 അങ്ങനെ അനേക വ്യക്തികൾ കടന്നു വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇന്ന് രാത്രിയിലും ആ യേശുവിന്റെ അടുക്കലേക്ക് കടന്നു വരുന്നതിന്റെ പിന്നിൽ, യേശുവിന്റെ അടുക്കലേക്ക് കടന്നു വന്ന ഒരു കൂട്ടത്തിന്റെ നടുവിൽ അവരുടേതായിരിക്കുന്ന ജനത്തിന്റെ പെരുപ്പം കണ്ടപ്പോൾ പൗലോസ് ശൗലെന്ന് പറയുന്നതായിരിക്കുന്ന വ്യക്തിക്ക് ഈ മാർഗത്തെ മുഴുവനും മുടിച്ചു കളയുവാൻ ഒരു ആഗ്രഹം അവന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടുകയാണ്. ഇവരിങ്ങനെ മുന്നോട്ട് കടന്നുപോയാൽ ഇപ്പോഴാണെങ്കിൽ 6000 പേരേ ഉള്ളൂ, അല്ലെങ്കിൽ 7000 പേരേ ഉള്ളൂ. ഇവരിനി മുന്നോട്ട് കടന്നുപോയാൽ ഇനി അനേകരും ഈ മാർഗത്തിനകത്തേക്ക് കടന്നു വരുമെന്ന് പറഞ്ഞുകൊണ്ട് സുവിശേഷത്തെ മുച്ചൂട് മുടിച്ചു കളയുന്നതിനു വേണ്ടി ഒരു ശൗലിന്റെ ഹൃദയത്തിനകത്തൊരാഗ്രഹം വെളിപ്പെടുകയാണ്. എന്താ ആഗ്രഹം വെളിപ്പെടുന്നതെന്ന് ചോദിച്ചാൽ, ശൗലിന്റെ ഹൃദയത്തിനകത്ത് വെളിപ്പെടുന്ന ആഗ്രഹം എങ്ങനെയാണ്? ഈ മാർഗക്കാരെ മുഴുവനും എന്ത് ചെയ്യണം? മുടിച്ചു കളയുവാനിടയായി തീരണം. അപ്പൊ മുച്ചൂട് മുടിച്ചു കളയുന്നതിന് വേണ്ടി അവൻ ശൗൽ അധികാരപത്രം വാങ്ങിക്കൊണ്ട് കടന്നു വരുന്നു. ഏത് അധികാരപത്രമാണ്? ഈ മാർഗക്കാരെ മുഴുവനും മുടിച്ചു കളയുന്നതിന് വേണ്ടി അധികാരപത്രം വാങ്ങിക്കൊണ്ട് ശൗൽ ദമസ്കോസിന്റെ പടിവാതിക്കലേക്ക് കടന്നു വരികയാണ്. നോക്കിക്കേ, എല്ലാവരും കടന്നു വരുമ്പോൾ ശിഷ്യന്മാരോട് പറഞ്ഞ ഒരാലോചനയുണ്ട്. ഞാനോ ലോകാവസാനത്തോളം ഞാൻ എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. ഇന്ന് രാത്രിയിലും ആ വാക്യം എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? വാക്ക് പറഞ്ഞാൽ മാറാത്തൊരു ദൈവമുണ്ട്, വാക്ക് പറഞ്ഞാൽ മാറാത്തൊരു കർത്താവുണ്ട്. ആ കർത്താവ് അധികാരപത്രം വാങ്ങിക്കൊണ്ടുവരുന്നതായിരിക്കുന്ന ശൗലിന്റെ മുമ്പിൽ വെളിപ്പെടാനിടയായി തീർന്നു. ശൗല് കടന്നു വരുന്നതായിരിക്കുന്ന ദമസ്കോസ് പട്ടണത്തിന്റെ വാതിക്കൽ വെച്ച് തന്നെ അവൻ കർത്താവിനെ കാണാനിടയായി തീർന്നു. അവൻ നിലത്തു വീഴാനിടയായി തീരുകയാണ്. സ്തോത്രം. എന്താണ് 7000 ഒതുക്കാൻ നോക്കിയിട്ട് ഒതുക്കാൻ സമ്മതിക്കാത്തതിന്റെ കാരണം? കർത്താവിന്റെ വാഗ്ദത്തമാണ്. ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ടെന്ന് അരുളി ചെയ്ത സ്വർഗത്തിലെ ദൈവം അവരോട് കൂടെ ഇരിക്കുമ്പോ, നിങ്ങളോട് കൂടെ ഇരിക്കുമ്പോ, ദേശത്ത് വെളിപ്പെടുന്ന ഏത് ശക്തിക്കാണ് നമ്മളെ ഒതുക്കാൻ കഴിയുന്നത്? ഏത് വ്യക്തിക്കാണ് നമ്മളെ തകർക്കാൻ കഴിയുന്നത്? കാരണം ഇത് തുടങ്ങി വെച്ചത് അവൻ മനുഷ്യന്റെ പദ്ധതികളല്ല, പിന്നെയോ സർവശക്തനായിരിക്കും ദൈവത്തിന്റെ ഹൃദയത്തിനകത്ത്, തിരുഹൃദയത്തിനകത്ത് വെളിപ്പെട്ട മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന്, അവന്റെ സകല വിഷയത്തിനും പരിഹാരം കൊടുക്കുന്നതിന് വേണ്ടി സർവശക്തനായിരിക്കുന്ന ദൈവം തമ്പുരാൻ ഒരുക്കി വെച്ച മാർഗത്തെ തടയിടുക ഈ ഉലകത്തിൽ ഒരു ശക്തിയില്ല എന്ന് തന്നെ ആ വേദപുസ്തകത്തിന്റെ വാക്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നു. എന്താണ്? ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ആകാശത്ത് നിന്ന് അതിമുഴക്കത്തോട് കേട്ട ശബ്ദത്തെ കേട്ടുകൊണ്ട് ശൗൽ ചോദിക്കുകയാണ്, നീ ആരാകുന്നു കർത്താവേ? അവന്റെ അത് കേൾക്കുന്ന മറുപടി ഇങ്ങനെയാണ്, നീ ഉപദ്രവിക്കുന്നവനായിരിക്കുന്ന യേശു. ഇന്ന് രാത്രിയിലും യേശുവിനെ വ്യക്തിപരമായി അറിയണമെങ്കിൽ, യേശുവിനെ വ്യക്തിപരമായി മനസ്സിലാക്കണമെങ്കിൽ ഇന്ന് രാത്രിയിൽ അതിന് മറ്റൊരു മാർഗമില്ല. ഇന്ന് രാത്രിയിൽ കർത്താവിനെ വിശ്വസിച്ചുകൊണ്ട്, കർത്താവേ അങ്ങേ എനിക്ക് മനസ്സിലാക്കണം, അങ്ങ് എന്റെ ജീവിതത്തിനകത്ത് സമാധാനം തരണോ, എന്റെ ജീവിതത്തിനകത്ത് സന്തോഷം തരണോ, എന്റെ ഈ ജീവിതത്തിനകത്ത് ഈ യൗവന ജീവിതത്തിനകത്ത് എന്റെ ജീവിതത്തിനകത്ത് ഒരു വിഷയത്തിന് പരിഹാരം തരണമെന്ന് പറഞ്ഞ ആ തമ്പുരാ, ശൗലിനു വേണ്ടി വെളിപ്പെട്ട സ്വർഗത്തിലെ ദൈവം തമ്പുരാ ഇന്ന് രാത്രിയിൽ ചോദിക്കുന്നവരുടെ, ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിനകത്ത് അവൻ ആരാണെന്ന് വെളിപ്പെടുത്തി തരാൻ പോകുകയാണ്. നീ രോഗത്തോടെ ഭാരപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിന്റെ ജീവിതത്തിനകത്ത് സൗഖ്യം തരുവോ ഇന്ന് രാത്രിയിൽ ഞാൻ പ്രസംഗിക്കുന്ന സർവശക്തനായിരിക്കുന്ന ദൈവത്തിന് കഴിയോ? മദ്യവും മയക്കുമരുന്നും നിന്റെ ജീവിതത്തെ വേട്ടയാടുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ അതിനകത്തുനിന്ന് നിനക്ക് പുറത്തു വരാൻ കഴിയാതിരിക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ ഞങ്ങൾ കുറപ്പോടെ വിളിച്ചു പറയാൻ കഴിയോ? നീ ആരാകുന്നു കർത്താവേ എന്ന് ചോദിച്ചാൽ നിന്റെ സകല വിഷയത്തിനും പരിഹാരം തരുവ ഒരു നാമമുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന സർവശക്തനായിരിക്കുന്ന കർത്താവാണ്. യേശു ശൗല് ചോദിക്കുകയാണ്, നീ ആരാകുന്നു കർത്താവേ? നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു എന്ന്. അപ്പോൾ അങ്ങോട്ട് ആരാണെന്ന് ചോദിച്ചാൽ അവൻ ചില കാര്യങ്ങളോട് നിന്റെ ജീവിതത്തിനകത്ത് നീറുന്ന ഹൃദയത്തിനോട്, നീറുന്ന വേദനയോടെ കടന്നു പോകുന്ന നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ സർവശക്തനായിരിക്കുന്ന ദൈവത്തിന് കഴിയും. അപ്പോൾ
ഈ ശൗലിനെ കുറിച്ച് നമ്മൾ പിന്നീട് ഇങ്ങോട്ട് കാണുന്നത്, ഈ മാർഗക്കാരെ മുഴുവനും മുടിച്ചു കളയുന്നതിന് വേണ്ടി ശൗൽ അധികാരപത്രം വാങ്ങിക്കൊണ്ട് അവൻ കടന്നു വരുമ്പോ അവന്റെ ജീവിതത്തിനകത്ത് പിന്നീട് ഇങ്ങോട്ട് കാണുന്നത് ആ കർത്താവിന്റെ വേലക്കാരനായി പിന്നീട് ഇങ്ങോട്ട് കാണുകയാണ്. തന്റെ ജീവിതത്തെ സമർപ്പിക്കാനിടയായി തീർന്നു. പ്രിയ ആമേൻ, എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം അർത്ഥപൂർണമാകണമെങ്കിൽ ഇന്ന് രാത്രിയിൽ ആ കർത്താവിന്റെ പാദപീഠത്തിൽ ഒന്ന് സമർപ്പിക്കുവാൻ തയ്യാറാണെങ്കിൽ നിശ്ചയമായും ആ ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ വെളിപ്പെടാനിടയായിത്തീരും. അങ്ങനെ ശൗല് കടന്നു പോകുന്നത് അറബിയ മരുഭൂമിയിൽ കടന്നുപോയി താൻ കർത്താവ് ആരാണെന്ന് ചോദിച്ചതിന് ചില മറുപടികൾ പറയുന്നുണ്ട്. സ്തോത്രം. ദൈവം തന്നെ അവന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ഞങ്ങൾ കർത്താവിനെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചാൽ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നതിന്, യേശു ആരാണെന്നുള്ളതായിരിക്കുന്ന പറഞ്ഞു തരുന്നതിന് പരിമിതിയുണ്ട്. പക്ഷേ ശൗലിന്റെ ജീവിതത്തിനകത്തേക്ക് തമ്പുരാൻ തന്നെ കർത്താവ് ആരാണെന്ന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. നമുക്കൊരു വാക്യം കൂടെ വായിക്കാം. നമുക്ക് വായിക്കാം. സ്തോത്രം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 15-16 വേദവാക്യം ഒന്ന് വായിച്ചാട്ടെ. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 15-16 വേദവാക്യം. അവൻ ദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു. മൈക്കിൽ കൂടെ ഒന്ന് വായിക്കാമോ? എല്ലാരും കേൾക്കട്ടെ. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദിജാതനും ആകുന്നു. സ്വർഗത്തിലുള്ളതും. മതി. യേശു ആരാണെന്നുള്ള ചോദ്യത്തിനകത്ത് വ്യക്തമായി കാണുന്ന ഒരു വേദവാക്യം നമുക്ക് വ്യക്തമായി പഠിപ്പിക്കുകയാണ്. അവൻ അദർശനായ ദൈവത്തിന്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദിജാതനുമാകുന്നു. സർവസൃഷ്ടിക്കും അവൻ ആരാണ്? ആദ്യജാതനുമാകുകയാണ്. അപ്പോൾ മറിയുടേതായിരിക്കുന്ന യോസേപ്പിന്റെയും മകനല്ല യേശു തമ്പുരാൻ. പിന്നെ ആരാണ്? ഈ ഭൂമിയും ഭൂമണ്ഡലങ്ങളും ഉണ്ടാകുന്നതിന് മുമ്പ് അവൻ ദൈവത്തിന്റെ സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ ആ കർത്താവിനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വാക്യം ഒന്നുകൂടെ ഒന്ന് വായിച്ചാട്ടെ. എന്താണ് പറയുന്നത്? അവൻ അദൃശ്യനായിരിക്കുന്ന ദൈവത്തിന്റെ പ്രതിമ എന്ന് വെച്ചാൽ നമുക്കിവിടെ വേദപുസ്തകത്തിനകത്ത് കാണാൻ കഴിയുന്നുണ്ട്. സർവശക്തനായിരിക്കുന്ന ദൈവത്തെ, അല്ലെങ്കിൽ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വാസം ചെയ്യുന്നവനായിരിക്കുന്ന സർവശക്തനായിരിക്കുന്ന ദൈവത്തെ ആരും ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെയോ പാലസ്തീനായുടെ പച്ചമണ്ണിൽ ഇന്നേക്ക് 2024 വർഷങ്ങൾക്കപ്പുറമായിട്ട് ആ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയായി ഒരു സർവശക്തനായിരിക്കുന്ന ദൈവം തമ്പുരാൻ പാലസ്തീനായുടെ പച്ചമണ്ണിലൂടെ കടന്നു പോകാനിടയായി തീർന്നു. അവന്റെ പേരാണ് യേശു. ഇന്ന് രാത്രിയിൽ ആമേൻ, സ്തോത്രം. ദൈവത്തെ ഒരു നോക്ക് കണ്ടിട്ടില്ലാത്തവനെ, കാണാൻ കഴിയാത്ത, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വാസം ചെയ്യുന്നവനായിരിക്കുന്ന ദൈവത്തെ അവിടെ വ്യക്തമായിട്ട് വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. യേശു അദർശനായ ദൈവത്തിന്റെ പ്രതിമ. അടുത്തത് സ്വർഗത്തിലുള്ളതും. രണ്ടാമത്തെ വാക്യം ഇപ്പൊ പറഞ്ഞു നിർത്തിയതിന്റെ അടുത്തത് സർവസൃഷ്ടിക്കും ആദ്യജാതനും. അടുത്തത് സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ വാഴ്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. പൗലോസിന്റെ ചോദ്യം, ശിഷ്യന്മാരുടെ ചോദ്യം, നീ ആരാകുന്നു കർത്താവ്? ഇവൻ ആരെന്ന് ചോദിക്കുന്നതിന്റെ നടുവിൽ വിശുദ്ധ വേദപുസ്തകം ക്രിസ്തുവിനെ കുറിച്ച് വ്യക്തമായി വെളിപ്പെടുത്തുന്നു. എന്താണ്? അവൻ സകല സൃഷ്ടിക്കും മുമ്പേ ആദ്യജാതനാണ് എന്ന് വെച്ചാൽ ഈ ഭൂമിയും ഭൂമണ്ഡലങ്ങളും ഉരുവാകുന്നതിന് മുമ്പ് മഹാദൈവമായി കുടികൊണ്ടവർ പാപം പിടിച്ച മാനവകുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വരാനിടയായി തീരുകയാണ്. അവൻ സ്തോത്രം. അവൻ യോസേപ്പിന്റെ മകനല്ല, പിന്നെയോ മറിയുടെ മകനല്ല, പിന്നെ ആരാണ്? അവൻ സർവശക്തനായിരിക്കും
ആയിരിക്കുന്ന ദൈവമാണ്. വിശുദ്ധ വേദപുസ്തകം വ്യക്തമായി വിളിച്ചു പറയാണ്, അവൻ അദർശനായിരിക്കുന്ന ദൈവത്തിന്റെ പ്രതിമ. ഇന്ന് രാത്രിയിൽ ഞങ്ങൾ എന്തുകൊണ്ടാണ് യേശുവിനെ പ്രസംഗിക്കുന്നതെന്ന് ചോദിച്ച, ഈ ഭൂമിക്ക് അടിസ്ഥാനമിടുന്നതിനു മുമ്പേ അവൻ മഹാദൈവമായിരിക്കുന്നത് കൊണ്ട് നീ ആരാകുന്നു കർത്താവേ എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന്റെ നടുവിൽ അവൻ അദർശനായ ദൈവത്തിന്റെ പ്രതിമ, സകല സൃഷ്ടിക്കും അവൻ ആദ്യജാതനായിരിക്കുന്നത് കൊണ്ട്. Praise the Lord. ഹല്ലേലൂയ. Amen, 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 Jesus. അപ്പോ അവിടെ കാണുകയാണ്. ഇനി ഒരു വാക്യോട് സദൃശവാക്യം ഒന്നെടുത്ത് വായിച്ചേ. കർത്താവ് ആരാണ്, നീ ആരാണ് കർത്താവ് എന്ന് ചോദിക്കാൻ, അല്ലെ നീ ആരാണ് യേശു എന്ന് ചോദിക്കുന്നതിന്റെ ആ ചോദ്യത്തിന് മറുപടി തരുന്ന അടുത്ത വാക്യം എങ്ങനെയാണ്? 8-ാം അധ്യായം 23 മുതൽ ഉള്ള വേദവാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. സദൃശവാക്യം 8-ാം അധ്യായം. പുരാതനമേ, ഞാൻ പുരാതനമേ, ആദിയിൽ തന്നെ ഭൂമിയുടെ ഉൽപ്പത്തിക്ക് മുമ്പേ നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വെച്ചാൽ യേശു തമ്പുരാനെ കുറിച്ച് സദൃശവാക്യത്തിനകത്ത് വ്യക്തമായി പറയുകയാണ്, ഭൂമിയുടെ ഉൽപ്പത്തിക്ക് മുമ്പേ എന്നെ നിയമിക്കപ്പെട്ടിരിക്കുകയാണ്. അടുത്തത്, ആഴങ്ങളില്ലാതിരുന്നപ്പോൾ ഞാൻ ജനിച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ ഈ ഭൂമി ഒരു ശൂന്യമായിരിക്കുന്ന അനുഭവത്തിനകത്ത് കിടക്കുമ്പോൾ തന്നെ ആമേൻ സ്തോത്രം, ആ കർത്താവ് ജനിച്ചിരിക്കുകയാണ്. വെള്ളം നിറഞ്ഞ ഉറവുകൾ ഇല്ലാതിരുന്നപ്പോൾ തന്നെ പർവ്വതങ്ങൾ സ്ഥാപിച്ചതിന് മുമ്പേയും കുന്നുകൾക്ക് മുമ്പേയും ഞാൻ ജനിച്ചിരിക്കുന്നു. അവൻ ഭൂമിയെയും വയലുകളെയും ഭൂതലത്തിന്റെ പൊടിയുടെ തുകയെയും ഉണ്ടാക്കിയിട്ടില്ലാത്ത സമയത്ത് തന്നെ അവൻ ആകാശത്തെ ഉറപ്പിച്ചപ്പോ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ ആഴത്തിന്റെ ഉപരിഭാഗത്ത് വൃത്തം വരച്ചപ്പോ അവൻ മീതെ മേഘങ്ങളെ ഉറപ്പിച്ചപ്പോ ആഴത്തിന്റെ ഉറവുകൾ തടിച്ചപ്പോഴും വെള്ളം അവന്റെ കൽപ്പനയെ അതിക്രമിക്കാതെ വണ്ണം അവൻ സമുദ്രത്തിന് അതിർ വെച്ചപ്പോഴും ഭൂമിയുടെ അടിസ്ഥാനം ഇട്ടപ്പോഴും ഞാൻ അവന്റെ അടുക്കൽ ശില്പിയായിരുന്നു എന്ന് വെച്ചാൽ അമേ സ്തോത്രം, സർവശക്തനായിരിക്കുന്ന ദൈവം തമ്പുരാ 2000 വർഷങ്ങൾക്ക് മുമ്പല്ല യേശു ദൈവമായത്. പിന്നെയോ ഈ ഭൂമിയും ഭൂമണ്ഡലങ്ങളും ഉരുവാകുന്നതിനു മുമ്പ്, അനാദികാലങ്ങൾക്ക് മുമ്പ്, ഈ ഭൂമിക്ക് അടിസ്ഥാനമിടുന്നതിനു മുമ്പ്, ഈ ആകാശമണ്ഡലങ്ങൾ നിയമിക്കപ്പെടുന്നതിന് മുമ്പ് ഞങ്ങളുടെ കർത്താവ് അവൻ അദർശനായിരിക്കുന്ന ദൈവമായിരുന്നു. അതുകൊണ്ടാണ് ഈ മാർഗത്തെ മുടിച്ചു കളയാൻ നോക്കിയിട്ട് അത് തകർന്നു പോകാത്തതിന്റെ പിന്നിൽ, അവൻ ഞങ്ങളുടെ സഹോദരങ്ങൾ തല്ലുകൊണ്ടിട്ട് അത് നിർത്താത്തതിന്റെ പിന്നിൽ എന്താ വ്യാപരിക്കുന്നതെന്ന് ചോദിച്ച, ഈ നാമത്തെ അങ്ങനെ മുടക്കിക്കളയാനോ ഇത് നിർത്താനോ കഴിയുന്നല്ല. കാരണം അവൻ അനാദിയും ശാശ്വതമായ ഞങ്ങളുടെ ദൈവമാണ്. സ്തോത്രം. ഓ, യേശു ആരാണെന്നുള്ളതിന്റെ ചോദ്യം, അവൻ സകല സൃഷ്ടിക്കും മുമ്പേ ആദ്യജാതനാണ്. ഈ ഭൂമിയും ഭൂമണ്ഡലങ്ങളും ഉരുവാകുന്നതിന് മുമ്പേ, ഈ ഭൂമിക്ക് അടിസ്ഥാനമിടുമ്പോൾ അവൻ ദൈവം തമ്പുരാനായി തന്നെ നിലകൊള്ളുകയാണ്. ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് സന്തോഷമുണ്ടോ ഈ കർത്താവിന് നമ്മുടെ യൗവനകാലത്ത് പ്രസംഗിക്കുവാൻ അവസരം ലഭിച്ചതിന്, ആ ദൈവത്തെ ആരാധിക്കുവാൻ കൃപ ലഭിച്ചതിന്, ആ ദൈവത്തിന്റെ മഹാവേല ചെയ്യുവാൻ അവസരത്തെ കിട്ടിയതിനെ ഓർത്തുകൊണ്ട് വളരെ സന്തോഷമുള്ളവരെ കരങ്ങൾ ഉയർത്തി നമ്മുടെ ദൈവത്തിനൊന്ന് സ്തോത്രം പറഞ്ഞു. സ്തോത്രം. 2-ാമത്തെ വിഷയം വായിക്കുന്നു. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വേദവാക്യം. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 6-ാം വാക്യം. ക്രിസ്തുവേശുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി. മതി. സ്തോത്രം. ആരാണ് ഈ കർത്താവ് ആരാണെന്നുള്ള ചോദ്യത്തിന്റെ നടുവിൽ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യം, അവൻ ദൈവത്തിന് സമനായിരുന്നു. സ്തോത്രം. അവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വരാനിടയാകും. ആര് നമുക്ക് വേണ്ടി പോകും എന്ന ചോദ്യത്തിന്റെ നടുവിൽ
സകല മനുഷ്യരും സകലരും മിണ്ടാതിരിക്കുമ്പോ ആ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ഈ താണലോകത്തിലേക്ക് സർവശക്തനായിരിക്കുന്ന ദൈവം തമ്പുരാൻ ഇറങ്ങി വരികയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് യേശു തമ്പുരാൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്നതെന്ന് ചോദിച്ചാൽ ഒറ്റവാക്യത്തിൽ ഞങ്ങൾക്ക് പറയാൻ കഴിയും, പ്രിയ സ്നേഹിതരെ, നമ്മളെ ഓരോരുത്തരെയും സ്നേഹിച്ചുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്നതായിരിക്കുന്ന കഷ്ടതകളും നെടുവീർപ്പുകളും വേദനകൾക്കും പരിഹാരം തരുന്നതിനു വേണ്ടി ആ സർവശക്തനായിരിക്കുന്ന ദൈവം തമ്പുരാൻ, സ്വർഗത്തിന്റെ ദൈവത്തിന് സമനായിരിക്കുന്നവർ, സ്വർഗത്തിന്റെ മഹിമകളെ വെടിഞ്ഞുകൊണ്ട് ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ്. ഇന്ന് പകലിലും ഇന്ന് രാത്രിയിലും ഞങ്ങൾ ഇന്ന് രാത്രികാലം വിളംബരം ചെയ്യുന്ന ഈ സർവശക്തനായിരിക്കുന്ന ദൈവം തമ്പുരാൻ, സ്വർഗത്തിന്റെ മഹിമകളെ വെടിഞ്ഞ് ഈ ദൈവത്തിന് സമനായിരിക്കുന്നവർ ഈ താണലോകത്തിലേക്ക് വന്നതിന്റെ ഒറ്റ ഉള്ളൂ. സഹോദര, നീ അനുഭവിക്കുന്നതായിരിക്കുന്ന വേദനകൾ, നീ അനുഭവിക്കുന്നതായിരിക്കുന്ന പ്രയാസങ്ങൾ, നീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കുന്ന ചെറുതും വലുതുമായിരിക്കുന്ന വിഷയത്തിനകത്ത് നീ സ്വയമേ നോക്കി പരിഹാരം കാണാതിരിക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ ആ സർവശക്തനായിരിക്കുന്ന ദൈവം തമ്പുരാ നിന്റെ ചാരത്ത് നിന്നുകൊണ്ട് ഇപ്രകാരം വിളിച്ചു പറയാണ്, മകനെ നീ ഭയപ്പെടേണ്ട. ഇന്ന് രാത്രിയിൽ തിരുവചനം ഇങ്ങനെ പറയുന്നു, ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുകയാണ്. ഏത് വാതിക്കൽ നിന്നാണ് എന്റെ കർത്താവ് മുട്ടുന്നതെന്ന് ചോദിച്ചാൽ നിന്റെ ഹൃദയത്തിന്റെ വാതിക്കൽ നിന്ന് മുട്ടുകയാണ്. ഇന്ന് രാത്രിയിൽ അവന്റെ ശബ്ദം നീ കേൾക്കുന്നെങ്കിൽ, നീ ഇന്ന് രാത്രികാലം അവന് വേണ്ടി കതക് തുറന്നു കൊടുക്കുന്നെങ്കിൽ, നീ ആ കർത്താവിന്റെ മുട്ട് നീ മനസ്സിലാക്കുന്നെങ്കിൽ, ഇന്ന് രാത്രിയിൽ നിശ്ചയമായും നിന്റെ വിഷയത്തിന് നീ നാളുകളായി ചുമന്നുകൊണ്ട് പോകുന്ന ഈ നാളുകളായി അവൻ പരിഹരിക്കാൻ കഴിയാത്ത ചില വിഷയത്തെ ഇന്ന് രാത്രിയിൽ പരിഹാരം തരുന്നതിന് വേണ്ടി ആ സർവശക്തനായിരിക്കുന്ന ദൈവം തമ്പുരാ നിന്റെ അടുക്കൽ വന്നിരിക്കുകയാണ്. ആരെങ്കിലും അവന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ നീ, കർത്താവ് പറയുകയാണ്, അവൻ എന്നോടും ഞാൻ അവനോടും കൂടെ അത്താഴം കഴിക്കും എന്ന് വെച്ചാൽ നിങ്ങളെ ഇന്ന് രാത്രികാലം നിങ്ങളുടെ വിഷയത്തിനകത്ത് ഒരു വീണ്ടെടുപ്പ് തരുവാനിടയായി തീരും. ഒന്ന് പൗലോസ് പറയുകയാണ്, അവൻ അദൃശ്യനായിരിക്കുന്ന ദൈവത്തിന്റെ പ്രതിമയാണെന്ന് പറയുമ്പോൾ അടുത്തത് തിരുവചനത്തിനകത്ത് വായിക്കുന്നു, അവൻ ദൈവസ്വരൂപത്തോടിരിക്കും. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ഈ താണലോകത്തിലേക്ക് കടന്നു വരാനിടയായി തീർന്നു. രണ്ടാമത് എന്താണ് കർത്താവിനെ കുറിച്ച് പറയുന്നതെന്ന് ചോദിച്ചാൽ അടുത്തത് ഇങ്ങനെ വായിക്കുന്നു, മത്തായി സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യത്തിനകത്ത് യേശു ആരാണെന്ന് വെളിപ്പെടുത്തുന്നു. ബാബേൽ പ്രവാസം കഴിഞ്ഞിട്ട് യുഖനിയാവ് ഷേദേലിനെ ജനിപ്പിച്ചു. മത്തായി 1:12 2:12 വായിച്ചു. ഹേരോദാവിന്റെ അടുക്കൽ മടങ്ങിപ്പോകരുത് എന്ന് സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായിട്ട് അവർ വേറെ വഴിയായി സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി. റോമാലേഖനം 3-ാം അധ്യായം 23-ാം വാക്യം വായിച്ചിട്ട്. റോമാലേഖനം 3-ാം അധ്യായം 23-ാമത്തെ വേദവാക്യം. ഒരു വ്യത്യാസവുമില്ല, ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. റോമാലേഖനത്തിനകത്ത് വായിക്കുന്നത് ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരെയും നോക്കുമ്പോ ഒരു വ്യത്യാസവുമില്ലാതെ എല്ലാ മനുഷ്യരും പാപത്തിനകത്ത് അടിമപ്പെട്ടിരിക്കുകയാണ്. അവിടെയാണ് തിരുവെഴുത്തിങ്ങനെ വായിക്കുന്നത്, തന്റെ ജനത്തിന്റെ പാപത്തിൽ നിന്ന് രക്ഷിക്കുന്നത് കൊണ്ട് അവരെന്താണ് യേശു എന്ന് പേരിടണമെന്ന് ദൂതൻ മുഖാന്തരം വിളിച്ചു പറയുകയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ യേശുവിനെ കുറിച്ച് മത്തായി സുവിശേഷത്തിനകത്ത് വായിക്കുമ്പോൾ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്, അവൻ മനുഷ്യന്റെ രക്ഷകനാണ്.
കരമുയർത്തിയ ദൈവത്തിന് ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. ഇപ്പൊ മനുഷ്യനെ രക്ഷിക്കുന്ന യേശു ആരാണെന്നുള്ള ചോദ്യത്തിന്റെ നടുവിൽ അതിങ്ങനെയാണ്: സകല മനുഷ്യന്റെയും പാപത്തിന് പരിഹാരം തരുക, പാപത്തിൽ നിന്ന് വിടുവിക്കുന്നതിന് വേണ്ടി യേശുവിനെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്ന് വെച്ചാൽ എല്ലാ മനുഷ്യരും ഒരുപോലെ പാപം ചെയ്ത് അവൻ ദൈവ തേജസ് ഇല്ലാതെയായി തീർന്നപ്പോൾ ആ സർവശക്തനായിരിക്കുന്ന ദൈവം തമ്പുര മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി ഈ ലോകത്തിലേക്ക് വരികയാണ്. ഹല്ലേലൂയ. ഇപ്പൊ മനുഷ്യന്റെ ജീവിതത്തിനകത്ത് മനുഷ്യനെ രക്ഷിക്കുവാൻ, അല്ലെങ്കിൽ മനുഷ്യന്റെ നീറുന്ന വിഷയത്തിനകത്ത് ഒരു പരിഹാരം തരുവാൻ, മനുഷ്യന്റെ നീറുന്ന വിഷയത്തിനകത്ത് ഒരു ദൈവിക ഇടപെടലുകൾ ഉണ്ടാകുവാൻ, എന്താണ് മനുഷ്യന്റെ രക്ഷകനായിട്ട് ആ യേശു കർത്താവിനെ ഇന്ന് രാത്രി കാണുകയാണ്. ഇന്ന് രാത്രിയിൽ നമ്മുടെ ജീവിതത്തിനകത്ത്, അല്ലെങ്കിൽ ഇന്നലകളിൽ പാപത്തിന് പരിഹാരം വരാതിരിക്കുമ്പോൾ, ഇന്നലകളിൽ മനുഷ്യന്റെ പാപത്തിനൊരു ക്ഷമ ലഭിക്കാതിരിക്കുമ്പോൾ യേശുവിനെ കുറിച്ച് വ്യക്തമായി കാണുന്നത് അവൻ പാപത്തിൽ നിന്ന് മനുഷ്യനെ വീണ്ടെടുക്കുന്നതിന് മനുഷ്യന്റെ രക്ഷകനായിട്ട് അവിടെ കാണുകയാണ്. ഏതെല്ലാം വിധത്തിലാണ് മനുഷ്യന്റെ രക്ഷകനായി മാറുന്നത്? ഈ ലോകത്തിൽ മനുഷ്യന്റെ ജീവിതത്തിനകത്ത് മനുഷ്യന് സ്വയമേ പരിഹരിക്കാൻ കഴിയാത്ത സകല വിഷയത്തിനകത്ത് ഇന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവിനെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നത് അവൻ സകലത്തിന്റെയും രക്ഷകനാണ്. ഇന്ന് രാത്രിയിൽ അനേക രക്ഷകർ ഈ ഉലകത്തിനകത്ത് അവൻ കടന്നു വന്നിട്ടുണ്ട്. അവരെല്ലാം ഒരു മേഖലയിൽ നിന്ന് ഒരു മേഖലയിൽ ഒതുങ്ങിയപ്പോൾ 2024 വർഷങ്ങളായി ഈ കർത്താവ് അനേകരുടെ ജീവിതത്തിനകത്ത് രക്ഷകനായി വെളിപ്പെടുകയാണ്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങള്, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഏത് മേഖലകളിലാണ് നിങ്ങൾക്ക് രക്ഷ ആവശ്യം? നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഏത് മേഖലകളാണ് ഒരു വിടുതൽ ആവശ്യം? ഇന്ന് രാത്രിയിൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവിന് നിങ്ങളുടെ ജീവിതത്തിനകത്ത് നീറുന്ന ഏത് വിഷയമാണോ ആ വിഷയത്തിനകത്ത് മറുപടി തരുവോ, നിങ്ങളുടെ പാപത്തിനകത്തുനിന്ന് വിടുതൽ തരുവോ, നിങ്ങളുടെ രോഗത്തിനകത്ത് സൗഖ്യം തരുവോ. ആ ഉലകത്തിലൊരു രക്ഷകനുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായിരിക്കുന്ന യേശു തമ്പുരാനാണ്. ഇതര മേഖലകളിൽ പോയി പലയിടങ്ങളിൽ സന്ദർശിച്ച് എന്റെ ജീവിതത്തിനകത്തൊരു രക്ഷയുമില്ല എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ ഞങ്ങൾക്ക് ഉറപ്പോടെ വിശ്വാസത്തോടെ വിളിച്ചു പറയാൻ കഴിയും: പ്രിയ സഹോദര, നിന്റെ ജീവിതത്തിന് ഈ നേറുന്ന വിഷയങ്ങൾ, നിന്റെ ജീവിതത്തിനകത്ത് ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്ന തിരമാലകൾ, ഇതൊന്നും നിന്നെ തകർത്തു കളയുന്നതിനു വേണ്ടിയല്ല, നിന്നെ ഉടച്ചു കളയുന്നതിനു വേണ്ടിയല്ല. ഇന്ന് രാത്രിയിൽ നിന്റെ രക്ഷിതാവിനെ ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു തമ്പുരാനെ കണ്ടുമുട്ടുന്നെങ്കിൽ, ഇന്ന് രാത്രിയിൽ ഈ യേശുവിന് വേണ്ടി നിന്റെ ഹൃദയത്തെ സമർപ്പിക്കാൻ തയ്യാറാണെങ്കിൽ, ഇന്നലകളിൽ നീ അനുഭവിക്കുന്ന സകല വിഷയത്തിനകത്ത് ആമേൻ നിന്നെ രക്ഷിക്കുവാൻ കഴിയുന്ന ഒരു സർവശക്തനായിരിക്കുന്ന കർത്താവിനെയാണ് ഇന്ന് രാത്രിയിൽ ഞങ്ങൾ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത്. അടുത്തൊരു വാക്യം കൂടെ വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 9-10 വേദവാക്യങ്ങൾ. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശുക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടതായി വരും. സ്തോത്രം. കരമുയർത്തി ശബ്ദമുയർത്തി ആ കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞാൽ അപ്പൊ അവിടെ വ്യക്തമായി കാണാൻ കഴിയുന്നത് സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും സകല മുഴങ്കാലും മടങ്ങുന്ന ഒരു നാമം. ആമേൻ. അതാരുടെയാണെന്ന് ചോദിച്ചാൽ പൗലോസിന് സർവശക്തനായിരിക്കുന്ന ദൈവം തമ്പുരാൻ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അത് യേശുവിന്റെ നാമമാണ്. ആമേൻ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം ഞാൻ വിളിച്ചു പറയുന്ന ഒരു സന്ദേശം അതിനകത്ത് ഉണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ അവൻ ആരാധനയ്ക്ക് യോഗ്യനാണ്. ആമേൻ. സ്തോത്രം.
ആരാധനയ്ക്ക് യോഗ്യനായിരിക്കുന്ന ഒരു ദൈവം. ആരെയാണ് ആരാധിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, ആരോടാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, വിശുദ്ധ വേദപുസ്തകം വിളിച്ചു പറയുന്നൊരു ആലോചനയുണ്ട്. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും സകല മുഴങ്കാലും മടങ്ങുന്ന യേശുവിനെ ആരാധിക്കണം. നോക്കണമേ, അനേകര് മനുഷ്യരായി പിറന്ന് ദൈവങ്ങളായ അനേകരെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ സാക്ഷാൽ ദൈവമായിരുന്നവർ ഈ മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി, മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി ഈ ദൈവമായിരുന്നവർ മനുഷ്യനായി ലോകത്തിൽ വിളങ്ങുവാനിടയായി തീർന്നു. അവന്റെ നാമത്തിന്റെ മുമ്പിൽ ഈ ലോകത്തിന്റെ നാമം മാത്രമല്ല, സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും സകല മുഴങ്കാലും മടങ്ങുന്നൊരു നാമമുണ്ടെങ്കിൽ അത് ഞങ്ങൾ ഇന്ന് രാത്രികാലം പ്രസംഗിക്കുന്ന യേശുവിന്റെ നാമമാണ്. അങ്ങനെയെങ്കിൽ അവൻ ആരാധിക്കാൻ ഒരു നാമമുണ്ടെങ്കിൽ, ഈ ലോകത്തിൽ ഒരു നാമമുണ്ടെങ്കിൽ അത് യേശുവിന്റെ നാമമാണ്. ഇന്ന് രാത്രികാലം ആരാധിക്കാൻ ഒരു വ്യക്തിയുണ്ടെങ്കിൽ അത് മറ്റാരുമല്ല, നസറേനായിരിക്കുന്ന യേശു തമ്പുരാനാണ്. അവനെ സേവിച്ചാരും ഇന്നുവരെയും നശിച്ചു പോയിട്ടില്ല. അവനെ ആരാധിച്ചവരാരും ഇന്നുവരെയും വഴിയാധാരമായിട്ടില്ല. അവർക്ക് ഒരു കുപ്പി വിഷത്തിനകത്ത് ജീവിതത്തെ അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. അവന്റെ കുടുംബം രണ്ടായി മാറിയത് അവൻ കേട്ടിട്ടില്ല. കാരണം ആരെയാണ് ആരാധിക്കേണ്ടതെന്നുള്ള വ്യക്തമായ ബോധ്യത്തിനകത്ത് നിന്നുകൊണ്ട് ഇന്ന് രാത്രികാലം യേശുവേ അങ്ങാണ് ആരാധനയ്ക്ക് പാത്രനായിരിക്കുന്ന ദൈവമെന്ന് ഇന്ന് രാത്രികാലം ജനം തിരിച്ചറിഞ്ഞ് ആ ദൈവത്തെ ആരാധിക്കുവാൻ തുടങ്ങുമ്പോൾ ഇന്ന് രാത്രിയിൽ യഥാർത്ഥമായിരിക്കുന്ന സമാധാനവും യഥാർത്ഥമായിരിക്കുന്ന സന്തോഷവും അത് നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടുവാനിടയായിത്തീരും. ഏതൊക്കെ മേഖലകളിലാണ്? സർവോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും സകല മുഴങ്കാലം മടങ്ങുന്ന ഒരു നാമം. ഇന്ന് രാത്രിയിൽ യേശുവിന്റെ അടുക്കൽ കടന്നു വന്ന, യേശുവിന്റെ അടുക്കലേക്ക് വന്നതായിരിക്കുന്ന ആമേൻ സ്തോത്രം, അനേക വ്യക്തികൾ പിശാചിനാൽ ബാധിക്കപ്പെട്ടവർ അനേകർ കടന്നു വന്നു. അവരുടെ ജീവിതത്തിനകത്ത് പൂർണ്ണ സൗഖ്യത്തോടെ മടങ്ങിപ്പോകാനിടയായി തീർന്നു. എന്താണ്? യേശുവിന്റെ നാമത്തിന്റെ മുമ്പിൽ കീഴടങ്ങാത്ത ഒരു ശക്തിയുമില്ല. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ കടന്നു പോകുന്നെങ്കിൽ പൈശാചികന്റെ പിടിയിലും പാരമ്പര്യത്തിന്റെ പിടിയിലും അകപ്പെട്ടുകൊണ്ട് എങ്ങനെയൊക്കെയോ മുന്നോട്ട് ജീവിതം തള്ളി നിൽക്കുന്ന ആരെങ്കിലും ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ വിശുദ്ധ തിരുവെഴുത്ത് പറയുകയാണ്, ആമേൻ, യേശുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയോ ഭൂലോകരുടെയോ അധോലോകരുടെയും സകല മുഴങ്കാലുകളും അത് മടങ്ങുവാനിടയായി തീരും. ഇന്ന് രാത്രി എത്ര പേര് വിശ്വസിക്കുന്നുണ്ടോ? അവൻ ആ യേശുവിന്റെ നാമത്തിന്റെ മുമ്പിൽ നിന്റെ രോഗം കീഴടങ്ങാൻ പോകുകയാണ്, നിന്റെ പാപം കീഴടങ്ങാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിന്റെ മുമ്പിൽ അവൻ പാരമ്പര്യമായി നിന്നെ ഒതുക്കുന്ന, തലമുറകളെ പാപത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന, ജനത്തെ മദ്യപാനത്തിനകത്തേക്ക് വലിച്ചിടുന്ന, കുടുംബത്തിനകത്ത് അസമാധാനത്തെ വെളിപ്പെടുത്തുന്ന സകല പൈശാചിക തന്ത്രങ്ങളെയും അഴിക്കുന്നതിന് വേണ്ടി ആ അവൻ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും സകല മുഴങ്കാലും മടങ്ങുന്ന ആ യേശുവിന്റെ നാമത്തിന്റെ മുമ്പാകെ ഇന്ന് രാത്രിയിൽ നീ അനുഭവിക്കുന്ന സകല വിഷയങ്ങൾക്ക് പരിഹാരം തരുവാൻ കഴിയും. നീ ഇരിക്കുന്ന ഇരിപ്പിടങ്ങളിൽ ഇരുന്നു കൊണ്ട് ഒരുപക്ഷെ സമ്പന്നനായിരിക്കുന്ന വ്യക്തിയായിരിക്കാം ഞങ്ങളെ കേൾക്കുന്നത്, അല്ല അന്നന്ന് ജോലി ചെയ്തുകൊണ്ട് ജീവിക്കുന്ന വ്യക്തികളായിരിക്കാം ഞങ്ങളെ കേൾക്കുന്നത്, അല്ല അവൻ ഞങ്ങളുടെ ജീവിതത്തിനകത്ത് അവൻ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലൂടെ അവൻ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ചിന്തിക്കുന്നവരായിരിക്കും ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രിയിൽ അവൻ ആ ദൈവത്തിന്റെ സന്നദ്ധിയിലേക്ക്, ആരാധനയ്ക്ക് യോഗ്യനായ, ആരാധിക്കാൻ അവൻ ദൈവത്തിന് മഹത്വം കഴിയുന്ന, ആരാധന പാത്രമായിരിക്കുന്ന യേശുവിന്റെ അടുക്കലേക്ക് ഇന്ന് രാത്രിയിൽ ധൈര്യത്തോടെ കടന്നു വന്ന് നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടു നിൽക്കുന്ന സകല മേഖലകളെയോ ഇന്ന് രാത്രി ആ സർവശക്തനായിരിക്കുന്ന ദൈവം തമ്പുരാൻ നിങ്ങളുടെ ജീവിതത്തിനകത്ത്
Amen. Amen. സ്തോത്രം. പരിഹാരം തരുവാൻ കഴിയുന്നു. ഇന്ന് രാത്രികാലം എത്ര പേര് വിശ്വസിക്കുന്നുണ്ടോ? ഈ യോഗം ഇവിടെ വെറുതെ വെച്ചതല്ല, ഈ യോഗം ഇവിടെ ചെറുതെ നമ്മൾ കൂടി വന്നതല്ല. പിന്നെ എന്താണ്? ഈ ദേശത്തെ അടക്കി ഭരിച്ചുകൊണ്ട് ഈ ദേശത്തെ മുഴുവനും സ്തോത്രം മനുഷ്യന്റെ ഹൃദയങ്ങളെ മുഴുവനും മരുടിപ്പിക്കുന്ന, മനുഷ്യന്റെ കണ്ണുകളെ അടച്ച് സത്യസുവിശേഷത്തിനകത്തേക്കോ യഥാർത്ഥമായിരിക്കുന്ന രക്ഷയിലേക്കോ യഥാർത്ഥമായിരിക്കുന്ന ദൈവകൃപയിലേക്കോ ജനം കടന്നു വരാതെ മനുഷ്യനെ മയക്കുന്ന സകല അന്ധകാര ശക്തികളോ ഇന്ന് രാത്രിയിൽ ഈ ദേശം വിട്ടഴിയുമെന്ന് പറഞ്ഞ ഇന്ന് രാത്രികാലം എന്റെ ശബ്ദം കേൾക്കുന്ന എത്ര പേര് വിശ്വാസത്തോടെ ഒരാമേൻ പറയാൻ കഴിയോ? കാരണം ഇത് മനുഷ്യനെ കൊണ്ട് സാധിക്കുന്നതല്ല. പിന്നെയോ ഭൂമിക്ക് അടിസ്ഥാനമിടുന്നതിനു മുമ്പ് ആ ദൈവമായിരിക്കുന്നവർ, സാക്ഷാ ആരാധന പാത്രമായിരിക്കുന്നവർ, അവൻ അത്ഭുതങ്ങളെ ചെയ്യാൻ കഴിയുന്നവർ, വിടുതലുകളെ ചെയ്യാൻ കഴിയുന്ന ആ സർവശക്തനായിരിക്കുന്ന ദൈവത്തിന് ഇന്ന് രാത്രിയിൽ ഈ ദേശത്തെ വിടുവിക്കാൻ കഴിയോ? എത്ര പേര് കരമുയർത്തി ദൈവത്തിന് സ്തോത്രം പറയോ? കാരണം ശക്തനായവൻ വെളിപ്പെട്ടാൽ ഈ ദേശത്ത് വെളിപ്പെട്ടു നിൽക്കുന്ന ഈ ഭവനങ്ങളിൽ അസമാധാനത്തെ കൊണ്ടുവന്നിടുന്ന, ദേശത്തെ സുവിശേഷത്തിനു വേണ്ടി സുസത്യത്തിനു വേണ്ടി തുറക്കാത്ത വാതിലുകളെ കൊട്ടിയടയ്ക്കുന്ന സകല അന്ധകാര മണ്ഡലങ്ങളോ ഈ ദേശം വിട്ടു മാറണമെങ്കിൽ ഒരേ ഒരു നാമമേ ഉള്ളൂ. അത് സ്വർലോകരുടെയോ, ചേർന്ന് പറഞ്ഞാട്ടെ, അത് സ്വർലോകരുടെയോ ഭൂലോകരുടെയോ അധോലോകരുടെയോ സകല മുഴങ്കാലും മടങ്ങുന്ന യേശുവിന്റെ നാമത്തിങ്കിൽ ഈ ദേശത്തെ സകല മേഖലകളും അഴിയുവാനിടയായിത്തീരും. ആരാകുന്നു കർത്താവേ എന്ന് ചോദിക്കുന്നതിന്റെ നടുവിൽ അവൻ ആരാധിക്കുവാൻ യോഗ്യനായിരിക്കുന്ന ഒരു ദൈവം. സ്തോത്രം. ആരെ ആരാധിക്കണമെന്ന് ഒറ്റതിൽ ചോദിച്ചാൽ യേശുവിനെ ആരാധിക്കണം. കാരണം അവൻ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും സകല മുഴങ്കാലും മടങ്ങുന്ന നാമമുള്ളവനാണ്. ഇന്ന് രാത്രിയിൽ എന്തുകൊണ്ടാണ് ഇത്രേ സന്തോഷത്തോടെ ഈ ദേശത്തെ യേശു കർത്താവിനെ പരിചയപ്പെടുത്തുന്നതെന്ന് ചോദിച്ചാൽ, ഒരു കാലഘട്ടത്തിൽ ഈ ലോകത്തോട് ചേർന്ന് ഈ ലോകത്തിന്റെ തിന്മപ്രവർത്തികളിലൊക്കെ നടന്ന് ജീവിതത്തിനകത്ത് സന്തോഷമില്ലാതെ സമാധാനമില്ലാതെ മുന്നോട്ട് യാത്ര ചെയ്തൊരു കാലഘട്ടം ഞങ്ങളുടെ പിന്നിലുണ്ട്. ഇവിടെ ഇരിക്കുന്ന 90% ആൾക്കാരിലും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏതൊക്കെയോ മേഖലകളിൽ ഒതുങ്ങിപ്പോകാവുന്ന ഞങ്ങളെ, ഏതൊക്കെയോ രാഷ്ട്രീയ കക്ഷികൾക്ക് വേണ്ടി രക്തസാക്ഷികളാകാൻ വിധിക്കപ്പെട്ടിരുന്ന ഞങ്ങളെ, ഞങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിച്ചത് ഈ സുവിശേഷമാണ്. ഈ സുവിശേഷമാണ് ഞങ്ങളെ മനുഷ്യരാക്കി മാറ്റിയത്. ആമേൻ. അന്യോന്യം സ്നേഹിക്കാൻ പഠിപ്പിച്ചത് ഈ സുവിശേഷമാണ്. അതുകൊണ്ടാണ് ഇന്ന് രാത്രിയിലും യേശുവിനെ ഇത്രയും ശക്തമായി ഞങ്ങൾ വിളിച്ചു പറയുന്നത്. ആകാശത്തിനു കീഴിൽ മനുഷ്യരുടെയിൽ മാനവകുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമമില്ലത് യേശുവിന്റെ നാമമാണ്. അതുകൊണ്ട് വിശുദ്ധ വേദപുസ്തകം വിളിച്ചു പറയുകയാണ്, അവൻ ആരാധിക്കാൻ യോഗ്യനായിരിക്കുന്ന ദൈവമാണ്. ആരാധനയ്ക്ക് യോഗ്യനായിരിക്കുന്ന ഒരു ദൈവം എന്ന് വെച്ചാൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും സകല മുഴങ്കാലും മടങ്ങുന്ന നാമം. അടുത്തത് വിശുദ്ധ വേദപുസ്തകത്തിനകത്തു നിന്ന് ഒരു വാക്യം കൂടെ വായിച്ച് എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമമിടാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ്? ആ സർവശക്തനായിരിക്കുന്ന യേശുവിനെ കുറിച്ച് നമ്മൾ കാണാനിടയായി തീർന്നു. അവൻ സ്തോത്രം സകല സൃഷ്ടിക്കും ആദ്യജാതൻ, അവൻ ദൈവത്തിന് സമൻ, മനുഷ്യന്റെ രക്ഷകൻ, ആരാധനയ്ക്ക് യോഗ്യനായിരിക്കുന്ന ഒരു ദൈവമാണെന്ന് വ്യക്തമായി നമുക്ക് കാണാൻ ഇടയായിത്തീരുകയാണ്. രണ്ടാമത് അവൻ അടുത്തത് വായിക്കുന്നു. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വേദവാക്യത്തിനകത്ത് ഇങ്ങനെ വായിക്കുന്നു.
2 കൊരിന്ത്യർ 5-ന്റെ അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. സ്തോത്രം. നീ ആരാകുന്നു കർത്താവേ എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന്റെ നടുവിൽ പൗലോസിന് സ്വർഗത്തിലെ ദൈവം വെളിപ്പെടുത്തി കൊടുക്കുകയാണ്, ഞാൻ ലോകത്തിന്റെ രക്ഷകനാണ്. അടുത്തത് വിളിച്ചു പറയുന്നു, ഞാൻ സകലത്തെയും ന്യായം വിധിക്കുന്ന ഒരു ദൈവമാണ്. കരമുയർത്തി ദൈവത്തിന് സ്തോത്രം പറഞ്ഞു. ഇന്ന് പകലിൽ ആ കർത്താവ് നിന്നെ വിളിക്കുന്നത് അവൻ രക്ഷകനായിട്ടാണ്. ഈ രാത്രിയിൽ ആ സന്ദേശമൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്താണ്? സ്നേഹിക്കുന്ന ദൈവമായിട്ടും രക്ഷകനായിട്ടും ഒക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകം വ്യക്തമായി വിളിച്ചു പറയുന്നു, ഒരുവൻ ശരീരത്തിനകത്തിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും തക്കവണ്ണം പ്രാപിക്കുവാൻ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ നിൽക്കേണ്ടതായിട്ട് വരും. ആമേൻ. സ്തോത്രം. ഇതൊരൽപ്പം ശാന്തമായി തന്നെ നമുക്കൊന്ന് കേൾക്കാം. കാരണം ഇത് കേട്ടിരിക്കേണ്ട ചില കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. എന്താണ്? ഈ പകൽക്കാലം നമ്മുടെ ജീവിതത്തിനകത്ത് അല്പം പണവും അല്പം സ്വാധീനമൊക്കെ ഉണ്ടെങ്കിൽ ഏത് കേസിനെയും മാറ്റിമറിക്കാൻ കഴിയും. ഏത് സാഹചര്യത്തെയും നമുക്ക് അനുകൂലമായിരിക്കുന്ന ഒരു വിധി നേടിയെടുക്കാൻ കഴിയും. ഏത് സാഹചര്യത്തിനകത്തൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ അത് മറ്റൊരാൾ ആ കേസ് ഏറ്റെടുക്കാനുണ്ടാകാം, അവന്റെ ജീവിതത്തിനകത്ത് അവൻ സകലത്തെയും ആ കേസ് മുഴുവനുമായി ഏറ്റെടുത്ത് പണത്തിന്റെ ബലത്തിലോ സ്വാധീനത്തിന്റെ ബലത്തിലോ രാഷ്ട്രീയ ബലത്തിലോ ഒക്കെ നമ്മൾ ഇന്ന് ചെയ്തു കൂട്ടുന്നതായിരിക്കുന്ന വിഷയങ്ങൾക്കൊരു പക്ഷേ ന്യായമായ വിധി നിനക്കൊരു പക്ഷേ നമുക്ക് സമ്പാദിക്കാൻ ഒരു പക്ഷേ കഴിഞ്ഞേക്കാം. എന്നാൽ വിശുദ്ധ വേദപുസ്തകം പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ മനഃപൂർവമായി ചെയ്യുന്ന ചില കാര്യങ്ങൾ അതെന്തായിട്ട് തീരും? ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ ഒരു ദിവസം നിൽക്കേണ്ടതായിട്ട് വരും. ഇന്ന് രാത്രിയിൽ ആരാണെന്നുള്ള ചോദ്യത്തിന്റെ നടുവിൽ അവൻ ന്യായം വിധിക്കുന്ന ഒരു കർത്താവായിട്ട് വിശുദ്ധ വേദപുസ്തകം വ്യക്തമായിട്ട് വിളിച്ചു പറയുകയാണ്. ഇന്ന് രാത്രിയിൽ സർവശക്തനായിരിക്കുന്ന ദൈവം തമ്പുരാൻ ഇന്ന് രാത്രിയിൽ വിളിച്ചു പറയുന്നുണ്ട്, അവന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ നിനക്കാരുടെയും റെക്കമെൻഡ് ചെയ്യാൻ ആരുമില്ല. അവന്റെ മുമ്പാകെ കള്ളസാക്ഷികളെ നിരത്തുവാൻ കഴിയത്തില്ല. പിന്നെ എന്താണ് കഴിയുന്നത്? അവന്റെ കണ്ണിന് മുമ്പിൽ സകലവും നഗ്നവും മലർന്നുമായി കിടക്കുമ്പോൾ അവൻ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിനെ തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് സ്തോത്രം എല്ലാവരും എന്ന് വെച്ചാൽ സ്തോത്രം പണമുള്ളവനായിരിക്കാം, ഇല്ലാത്തവനായിരിക്കാം, ജാതിയിൽ ഉന്നതനായിരിക്കാം, കുറഞ്ഞവനായിരിക്കാം, ഏതു വിധത്തിലുള്ള വ്യക്തികളാണെങ്കിലും ഈ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ ഒരു ദിവസം നിൽക്കേണ്ടവരായിട്ടുണ്ട്. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഒരു ദിവസം ഇങ്ങനെ ഒരു വ്യക്തി ഇങ്ങനെ പറയാനിടയായി തീർന്നു, ദൈവം ഉണ്ടെങ്കിൽ സ്വർഗത്തിൽ വെച്ചാണോ ന്യായം വിധിക്കുന്നത്? അവൻ അപ്പ കൊടുക്കണം. ഒറ്റ വാക്കേ ഉള്ളതിന്. അങ്ങനെ നോക്കിയാൽ ഇവിടെ ഒരു വ്യക്തികളും ഉണ്ടാകാൻ സാധ്യതകൾ കുറവാ. അവൻ അന്നന്ന് ചെയ്യുന്ന തെറ്റിന് അന്നന്ന് തന്നെ അവന് പ്രതിഫലം കൊടുത്താൽ ആരും തന്നെ ഈ ഭൂമണ്ഡലത്തിനകത്തുണ്ടാകാൻ സാധ്യതകൾ കുറവാ. എന്നാൽ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്, ക്രിസ്തുവിന്റെ ന്യായാസനത്തിനു മുമ്പാകെ എല്ലാവരും വെളിപ്പെട്ട് വരേണ്ടതായിട്ടുണ്ട്. ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ഈ സന്ദേശം വിളിച്ചു പറയുന്നതിന്റെ പിന്നിൽ, ഞങ്ങൾ ഈ സന്ദേശം ഈ ദേശത്തോട് അറിയിക്കുന്നതിന്റെ പിന്നിൽ
ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ആരും തന്നെ കർത്താവിന്റെ ശിക്ഷാവിധിയിൽ അകപ്പെടരുതെന്ന് ഞങ്ങൾക്കൊരാഗ്രഹമുള്ളത് കൊണ്ടാണ് ഇന്ന് രാത്രിയിലും ഈ ദേശത്ത് ഞങ്ങൾ വിവിധ ഇടങ്ങളിൽ പാർക്കുന്നവരാണ്, വിവിധ പട്ടണങ്ങളിൽ ജോലി കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. ഞങ്ങൾ ഇന്ന് രാത്രിയിൽ ഈ ദേശത്ത് വന്ന് വിളിച്ചു പറയുന്നതിന്റെ പിന്നിൽ നിങ്ങൾ ആരും തന്നെ ആ കർത്താവ് ഒരുക്കിയിരിക്കുന്ന ശിക്ഷാവിധിയിൽ എത്തിപ്പെടാതെ വേണോ ആ കർത്താവ് ഒരുക്കിയിരിക്കുന്നതായിരിക്കുന്ന ആ നിത്യതയ്ക്കകത്ത് നിങ്ങൾ എല്ലാവരും ഉണ്ടാകണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ഈ ദൈവിക വചന സന്ദേശം ഈ ദേശത്തോട് വിളിച്ചു പറയുന്നത്. അവിടെ നമ്മൾക്ക് പണം കൊടുത്ത് നമുക്ക് അനുകൂലമായിരിക്കുന്ന വിധി സമ്പാദിക്കുവാൻ കഴിയത്തില്ല. വ്യക്തികളെ സ്വാധീനിച്ചുകൊണ്ട് നമ്മൾ ചെയ്ത തെറ്റിന് അതിനൊരു പരിഹാരം വരുത്തുവാൻ കഴിയത്തില്ല. പിന്നെയോ ഇന്ന് രാത്രിയിൽ അവൻ സകലത്തെയും നിന്റെ പാപങ്ങളെ പരിഹരിക്കാൻ കഴിയുന്ന, നിന്റെ തെറ്റുകളെ ക്ഷമിച്ചുകൊണ്ട് ആ നിത്യരാജ്യത്തിനകത്ത് അവകാശിയാക്കി മാറ്റാൻ കഴിയുന്ന ഒരു സർവശക്തനായിരിക്കുന്ന ദൈവം തമ്പുരാ ലോകാവസാനത്തോട് എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് അരുളി ചെയ്ത തമ്പുരാ ഇന്ന് രാത്രിയിൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ പന്തലിനകത്ത് ഈ മുറ്റത്ത് വന്നിട്ടുണ്ട്. അവനാണ് യഥാർത്ഥമായിരിക്കുന്ന നിന്റെ വിഷയങ്ങളെ ക്ഷമിക്കുക, നിന്റെ വിഷയങ്ങളെ പരിഹരിക്കുക, നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടു വന്ന തിന്മയായിരിക്കുന്ന കാര്യങ്ങൾക്ക് പാപത്തിന് ക്ഷമ തരാൻ കഴിയുന്ന ഒരുവൻ ഇന്ന് രാത്രി ഇതിനകത്ത് വന്നതുകൊണ്ടാണ് ഇതാണ് നിന്റെ ജീവിതത്തിന്റെ സുപ്രസിദ്ധമായിരിക്കുന്ന നിമിഷമെന്ന് പറയുന്നത്. ആരും തന്നെ എന്ത് ചെയ്യരുത്, ജീവപുസ്തകത്തിനകത്തു പേരെഴുതി കാണാത്ത സകലരെയോ അവൻ ആ തീപ്പുകയിൽ തള്ളിയിടുമെന്ന് തിരുവചനം വിളിച്ചു പറയുമ്പോ ഇന്ന് രാത്രിയിൽ ഈ ദേശത്ത് പാർക്കുന്ന തൂക്കൈത എന്ന് പറയുന്നതായിരിക്കുന്ന ഈ കൊച്ചു ഗ്രാമത്തിൽ പാർക്കുന്ന ആരും തന്നെ ആ നിത്യമായിരിക്കുന്ന അഗ്നിക്കിരയാകരുതെന്ന് ഞങ്ങൾക്കൊരാഗ്രഹമുള്ളത് കൊണ്ടാണ് സഹോദര ഇന്ന് രാത്രിയിലും ഞങ്ങൾ വിളിച്ചു പറയുന്നത്. ആ യേശുവിന്റെ അടുക്കലേക്ക് മടങ്ങുക, നിത്യമായിരിക്കുന്ന പാപക്ഷമ പ്രാപിക്കുക, നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടിരിക്കുന്ന ആ സകലത്തിനും പരിഹാരം തരാൻ കഴിയുന്ന ആ കർത്താവിങ്കലേക്ക് കടന്നു വരിക എന്ന് പറയുന്നത്. ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ആരുടെയെങ്കിലും ഒരാളുടെ പേര് ആ ജീവന്റെ പുസ്തകത്തിനകത്തുനിന്ന് എഴുതിയ ആരുടെയെങ്കിലും ഒക്കെ പേര് ജീവന്റെ പുസ്തകത്തിനകത്തുനിന്ന് എഴുതി ചേർത്ത ആ നിത്യമായിരിക്കുന്ന ശിക്ഷാവിധിയിൽ നിന്ന് ആരെങ്കിലും ഒരാൾ ഇന്ന് രാത്രികാലം അവനൊന്ന് രക്ഷിക്കപ്പെട്ട ആ വ്യക്തിയുടെ പേര് ആ ജീവന്റെ പുസ്തകത്തിനകത്തുനിന്ന് എഴുതി കിട്ടിയ ഞങ്ങൾക്ക് സന്തോഷമാണ് സ്നേഹിതരെ. കാരണമെന്ന് പറയുന്നത് നിങ്ങൾ ആരും നശിച്ചു പോകരുതെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ഇന്ന് രാത്രിക്കാലം ആ നിത്യമായിരിക്കുന്ന സന്തോഷത്തിനകത്തേക്ക്, നിത്യമായിരിക്കുന്ന സമാധാനത്തിനകത്തേക്ക്, നിത്യമായിരിക്കുന്ന രക്ഷയിലേക്ക് ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. അപ്പോ എന്താണ് സുവിശേഷമെന്ന് ചോദിച്ചാൽ, എന്താണ് യേശുവെന്ന് ചോദിച്ചാൽ, മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സർവശക്തനായിരിക്കുന്ന ദൈവം തമ്പുരാൻ. മരണശേഷം നമ്മൾ എത്ര ചിന്തിച്ചാലും ആത്മാവിന്റെ രക്ഷ സാധ്യമല്ല. വിശുദ്ധ വേദപുസ്തകം അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. അവനവൻ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ വെളിപ്പെടേണ്ടവരാകുന്നു. എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവന് വേണ്ടി നമ്മൾ ചെയ്യുന്ന സകലവും അതിന്റെ പാപത്തിന് പരിഹാരം വരാനിടയാകത്തില്ല. പിന്നെ എന്താണ് ഇന്ന് രാത്രിയിൽ നമ്മൾ ജീവനോടെ ഇരിക്കുമ്പോ ഈ സന്ദേശം കേൾക്കുമ്പോ യഥാർത്ഥമായിരിക്കുന്ന രക്ഷിതാവിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവിന്റെ അടുക്കലേക്ക് ഇന്ന് രാത്രിയിൽ കടന്നു വന്നാൽ നിശ്ചയമായും നമുക്ക് ആ പാപത്തിന്റെ ക്ഷമ അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്നതായിരിക്കുന്ന ആ നിത്യശിക്ഷാവിധിയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമുക്കൊരു വിടുതൽ തരാനിടയായി തീരും. അപ്പോൾ തിരുവചനം വ്യക്തമായി ഓർമ്മപ്പെടുത്തുന്നു, ആരാണ് യേശുവെന്ന് ചോദിച്ചാൽ ഇന്ന് രാത്രികാലം ഉറപ്പോടെ വിളിച്ചു പറയാൻ കഴിയോ? ഈ ലോകത്തിൽ
ജനിച്ചു മരിച്ചടക്കപ്പെട്ട അവൻ ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്നതായിരിക്കുന്ന സകല വ്യക്തികളെയും ന്യായം തീർക്കുന്ന ഒരു കർത്താവിനെയാണ് ഇന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്നത്. അവന്റെ പേരാണ് യേശു എന്ന് പറയുന്നത്. ഏത് മതത്തിൽപ്പെട്ട വ്യക്തികളാണെങ്കിലും, ഏത് ജീവിത സാഹചര്യങ്ങളിലൂടെ നടത്തപ്പെടുന്നവരാണെങ്കിലും ഇന്ന് രാത്രി ഈ യേശുവിന്റെ അടുക്കലേക്ക് വരാൻ പറയുന്നതിന്റെ കാര്യം, എത്ര വലിയ വ്യക്തികളാണെങ്കിലും, എത്ര വലിയ സാമ്പത്തിക നന്മകൾ നമ്മുടെ കൈകളിൽ ഉണ്ടെങ്കിലും, എത്ര ബാങ്ക് ബാലൻസ് ഉണ്ടെങ്കിലും, പ്രിയ എന്നെ കേൾക്കുന്ന സഹോദര, അവൻ നാളെ എന്ന് പറയുന്നത് നമുക്കുള്ളതല്ല. 1000 വർഷം ജീവിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ നിൽക്കുന്നതായിരിക്കുന്ന കരിവേലകമൊന്നുമല്ല മനുഷ്യൻ എന്ന് പറയുന്നത്. ഒരു പ്രഭാതത്തിൽ ഉദിച്ചു വന്ന് വൈകുന്നേരം കൊഴിഞ്ഞു പോകുന്ന ഭൂവിന് സമമായി മനുഷ്യനെ കുറിച്ച് എണ്ണുമ്പോൾ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സഹോദര, നിന്റെ ആത്മാവിന്റെ രക്ഷയെ ഇന്ന് രാത്രികാലം നീ കരസ്ഥമാക്കുന്നുവെങ്കിൽ നിനക്ക് ആ നിത്യ രാജ്യത്തിനകത്തേക്ക് പ്രവേശിക്കുവാനിടയായി തീരും. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. യേശു ആരാണെന്നുള്ള ചോദ്യം, യേശു സകല വ്യക്തികളെയും ന്യായം തീർക്കുന്ന ഒരു കർത്താവാണ്. ആമേൻ, ആമേൻ. ബാക്കിയോടെ പറഞ്ഞ എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമമിടാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ കാലം അതിന്റെ അന്ത്യത്തിനകത്ത് ഓടിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ആമേൻ, ആമേൻ, ആമേൻ. എന്താണ് അന്ത്യകാലഘട്ടത്തിന്റെ ലക്ഷണങ്ങൾ? അന്ത്യകാലഘട്ടത്തിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോ വ്യക്തമായിട്ട് വിശുദ്ധ വേദപുസ്തകം പറയുന്ന 1-2 ചിന്തകൾ പറഞ്ഞ് എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമമിടാം. ഹല്ലേലൂയ. എന്താണ് അന്ത്യകാലഘട്ടത്തിന്റെ ലക്ഷണങ്ങൾ? രാജ്യം രാജ്യത്തോട് എതിർക്കും. നമ്മൾ വളരെ സമാധാന അന്തരീക്ഷത്തിൽ ഇരുന്നു കൊണ്ട് ഈ വചനം കേൾക്കുകയും പ്രസംഗിക്കുകയൊക്കെ ചെയ്യുമ്പോൾ മറ്റൊരു രാജ്യത്ത് യുദ്ധത്തിന്റെ ഭീതിയിൽ ഇരിക്കുകയാണ്. അപ്പൊ അതൊരു ഭാഗത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അടുത്ത ഭാഗം പറയുന്ന രാജ്യം രാജ്യത്തോട് എതിർക്കും, ക്ഷാമവും ഭൂകമ്പവും അവിടെവിടങ്ങളായി ഉണ്ടാകും എന്ന വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പൊ യുദ്ധവും ക്ഷാമവും ഭൂകമ്പവും ഒക്കെ അവിടെവിടങ്ങളായി ഉണ്ടാകുമ്പോ അടുത്ത വാക്യം ഇങ്ങനെ, അടുത്ത വേദപുസ്തകത്തിന്റെ മറ്റൊരു ഭാഗം പറയാണ് അന്ത്യകാലഘട്ടത്തെ കുറിച്ച്. മനുഷ്യൻ സ്വസ്നേഹികളായി മാറും. എന്താണ് സ്വസ്നേഹം എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കി പറയാൻ കഴിയും, മറ്റു മനുഷ്യർ എങ്ങനെ പോയാലും വിഷയമല്ല, എന്റെ ജീവിതത്തിനകത്ത് നന്മയുണ്ടാകണം, ഞാൻ നന്നായി പോകണം. മറ്റവൻ എങ്ങനെ പോയാലും വിഷയമല്ല, അവൻ എങ്ങനെ പോയാലും എനിക്ക് വിഷയമല്ല, ഞാൻ എന്തായിരിക്കണം, ഞാൻ നന്നായി പോകാനിടയായി തീരണമെന്ന് അവൻ സ്വസ്നേഹികളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് അതിന്റെ അടയാളങ്ങൾ എന്ന് ചോദിച്ചാൽ, നോക്കിക്കേ, നമുക്ക് പത്രമാധ്യമങ്ങളിലൂടെ നമുക്ക് വായിച്ചു മനസ്സിലാക്കാൻ കഴിയുന്ന ചില സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്താണ് അത് കാണാൻ കഴിയുന്നത്? നോക്കിക്കേ, ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മക്കളെ പഠിപ്പിച്ചു വളർത്തി നൊന്തുപെറ്റ് 10 മാസം ചുമന്ന് നൊന്തു പ്രസവിച്ച് അവരെ പഠിപ്പിച്ച് നല്ല ജോലിയിലൊക്കെ ആക്കി കഴിയുമ്പോൾ അവരുണ്ടാക്കി വെച്ച സ്വത്തിന് വേണ്ടിയിട്ട് മമ്മയപ്പന്മാരെ കൊല്ലാൻ മടിയില്ലാത്തൊരു കാലഘട്ടത്തിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായി വിശുദ്ധ വേദപുസ്തകം വിളിച്ചു പറയുന്നത് അത് സ്വസ്നേഹമാണ് സഹോദര. അമ്മയെയും അപ്പനെയും പോലും അവന്റെ ജീവിതത്തിനകത്ത് നന്മയുണ്ടാകുന്നതിന് വേണ്ടി കൊന്നുകളയാൻ മടിയില്ലാത്തൊരു കാലഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോ ഇത് മനുഷ്യൻ എന്ത് സംഭവിച്ചു എന്ന് അനേകർ ചോദിക്കുന്ന ചോദ്യത്തിന്റെ നടുവിൽ വിശുദ്ധ വേദപുസ്തകം വ്യക്തമായി വിളിച്ചു പറയുന്നു, ഇത് അന്ത്യകാലഘട്ടത്തിന്റെ ലക്ഷണങ്ങളാണ്. അടുത്തത് പറയുന്നു, മനുഷ്യൻ ദ്രവ്യാഗ്രഹികളായിത്തീരും. എന്ന് വെച്ചാൽ പണമുണ്ടെങ്കിൽ അതിനു മേലെ പരുന്തും പറക്കില്ല എന്ന് ആരോ പറഞ്ഞു കേട്ട് തന്റെ ജീവിതത്തിന്റെ നല്ല ഭാഗങ്ങളും പണത്തിന്റെ പിറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ്.
പണമുണ്ടാക്കാനുള്ള വ്യഗ്രതയിലൂടെയാണ് മനുഷ്യൻ കടന്നു പോകുന്നത്. അതാരെ കൊന്നിട്ടാണെങ്കിലും വിഷയമില്ല, ആരെ മുടിച്ചാലും വിഷയമില്ല. എന്റെ പോക്കറ്റിനകത്ത് പണം വരണമെന്നുള്ള ആഗ്രഹത്തോടുകൂടെ മനുഷ്യൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. നോക്കിക്കേ, ഒരു കുടുംബത്തിന് അത്താണിയാകേണ്ട ഒരു വ്യക്തി, ഒരു കുടുംബത്തിനെ മുഴുവനും സംരക്ഷിച്ചുകൊണ്ടതായിരിക്കുന്ന നടക്കുന്ന മനുഷ്യൻ കേവലം കൊട്ടേഷൻ 2 ലക്ഷം രൂപയ്ക്ക് വേണ്ടി അവന്റെ കഴുത്തറുക്കാൻ മടിയില്ലാത്ത മറ്റെങ്ങുമല്ലത് നമ്മുടെ കൊച്ചു കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോ എന്താണ് ഇങ്ങനെയെന്ന് ചോദിക്കുമ്പോ വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാത്രിയിൽ ഈ പൂക്കൈത ദേശത്തെ നോക്കിക്കൊണ്ട് ഞങ്ങൾ വിളിച്ചു പറയുന്നു, സഹോദരാ, ഇത് അന്ത്യകാലഘട്ടത്തിന്റെ ലക്ഷണങ്ങളാണ്. പൈസയ്ക്ക് വേണ്ടി ആരെയും കൊന്നുതള്ളാൻ മടിയില്ലാത്തൊരു കാലഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോ ഇതെന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ വിളിച്ചു പറയുന്നു, ഇത് അന്ത്യകാലഘട്ടത്തിന്റെ ലക്ഷണങ്ങളാണ്. യേശുവിന്റെ നാമത്തിൽ. ഇതെല്ലാം അന്ത്യകാലഘട്ടത്തിന്റെ ലക്ഷണങ്ങളാണ്. അങ്ങനെയെങ്കിൽ എന്താണ് ഞങ്ങൾ ആഗ്രഹിച്ച് പ്രസംഗിച്ച് ഞങ്ങളുടെ പ്രത്യാശ മുഴുവനും ഒന്നുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, ഈ ലോകത്തിൽ എങ്ങനെ നല്ല വീട് വെക്കാമെന്നുള്ള ചിന്തയല്ല ഞങ്ങളെ ഭരിക്കുന്നത്. ഈ ലോകത്തിൽ എങ്ങനെയൊക്കെ എന്തൊക്കെ വെട്ടിപ്പിടിക്കാമെന്നുള്ള ചിന്തയോടുകൂടെയല്ല ഞങ്ങൾ പോകുന്നത്. എങ്ങനെയൊക്കെ നേട്ടങ്ങൾ കൈവരിക്കാമെന്നുള്ള ചിന്തയല്ല ഞങ്ങളെ ഭരിക്കുന്നത്. ആ ഒരു ചിമ്പമേറിയ ശബ്ദമല്ല ഞങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ എന്താണ് ഞങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ രാത്രിയിൽ വളരെ ശ്രദ്ധയോടെ എന്റെ സഹോദരങ്ങൾ, ഞങ്ങളുടെ ചുറ്റുപാടും കേൾക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളൊന്ന് കേട്ടിരിക്കണോ. അത് മറ്റൊന്നുമല്ല, ഇനി ഈ ലോകത്തിൽ സംഭവിക്കാൻ പോകുന്നത് അത്ഭുതമെന്ന് പറയുന്നത് മനുഷ്യൻ ചൊവ്വയിലോ ചന്ദ്രനിലോ പോയി താമസിക്കുന്നതല്ല. മനുഷ്യൻ റോബോട്ടുകളെ ഉണ്ടാക്കിക്കൊണ്ട് അവന്റെ നിത്യമായിരിക്കുന്ന ജീവിതത്തിനകത്ത് പല പദ്ധതികൾ ചെയ്തു കൂട്ടുന്നതല്ല അത്ഭുതമെന്ന് പറയുന്നത്. ഇവിടെയുള്ള മനുഷ്യൻ ചന്ദ്രനിൽ പോയി ഇറങ്ങി പിറ്റേ ദിവസം തിരിച്ചു ഭവനത്തിനകത്ത് വരുന്നതല്ല അത്ഭുതമായിട്ട് ഞങ്ങൾ പ്രസംഗിക്കുന്നതൊന്നുണ്ട്, കർത്താവിന്റെ ഗംഭീരനാദം. കരമടിച്ച ആ ദൈവത്തിനൊന്ന് നന്ദി പറഞ്ഞാട്ടെ. ഞങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ ലോകം കാണാൻ പോകുന്ന ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്ന് ചോദിച്ചാൽ, ഏറ്റവും വലിയ അതിശയം എന്താണെന്ന് ചോദിച്ചാൽ, കർത്താവ് താൻ ഗംഭീരനാഥ് അവൻ പ്രധാന ദൈവദൂതന്റെ ശബ്ദം സ്വർഗത്തിന്റെ അവൻ വെളിപ്പെടുവാൻ കാലം ഏറ്റവും അടുത്തിരിക്കുകയാണ്. സന്തോഷമുണ്ട് അത് കേട്ടപ്പോ. ഇന്ന് രാത്രിയിൽ ഞങ്ങൾക്ക് സന്തോഷത്തോടെ വിളിച്ചു പറയാൻ വകയുണ്ട്. എന്താണെന്നറിയാമോ, ഇന്ന് രാത്രിയിൽ അവനെ കർത്താവിന്റെ കാഹളം ധ്വനിച്ച ഞങ്ങൾ ഞൊടി നേരം കൊണ്ട് രൂപാന്തരം പ്രാപിച്ചുകൊണ്ട് ഞങ്ങൾ ആ കർത്താവിനെ എതിരേൽക്കാനായിട്ട് കടന്നു പോകാനിടയായിത്തീരും. ഞങ്ങൾ നിത്യ സന്തോഷത്തിനകത്തേക്ക് മറയാനിടയായിത്തീരും. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവര്, ആ നിത്യമായിരിക്കുന്ന സന്തോഷം ഇന്ന് രാത്രിയിൽ നാം പ്രാപിക്കേണ്ടത്, ആ സന്തോഷം നമ്മൾ ഏറ്റെടുക്കേണ്ടത്, ആ സന്തോഷം നമ്മൾ വ്യക്തമായി പ്രാപിക്കണമെങ്കിൽ, ആ കർത്താവിന്റെ ഗംഭീരനാദം നമ്മൾ കേൾക്കണമെങ്കിൽ ഇന്ന് രാത്രിയിൽ ഒരു തിരിച്ചറിവ് അകത്തളങ്ങളിൽ ഉണ്ടാകട്ടെ. പണത്തിന്റെ മിടുക്കോ ഇതുകൊണ്ടൊന്നും നേടിയെടുക്കാൻ കഴിയാത്തത് ഈ ലോകത്തിൽ ചിലതുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, ആ കർത്താവിന്റെ കാഹളധ്വനി കേൾക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്ത് ആ കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമായിരിക്കുന്നു. സ്തോത്രം. അങ്ങനെയെങ്കിൽ ആ കർത്താവിന്റെ ഇമ്പമേറിയ ശബ്ദം ദൈവദൂതന്റെ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ മധ്യാകാശത്തിൽ വെളിപ്പെടുന്ന ഒരു സമയത്തെ കുറിച്ചാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ഇന്ന് രാത്രിയിൽ അത് ഞങ്ങൾക്ക് വേണ്ടി ഏതെങ്കിലും ഒരു സമൂഹത്തിന് വേണ്ടി വെച്ചിരിക്കുന്നതല്ല, ഏതെങ്കിലും ഒരു കൂട്ടം വ്യക്തികൾക്ക് വേണ്ടി വെച്ചിരിക്കുന്നതല്ല, ഏതെങ്കിലും ഒരു മതത്തിൽപ്പെട്ടവർക്ക് വേണ്ടി വെച്ചിരിക്കുന്നതല്ല. എന്റെ കർത്താവിന്റെയോ ഞങ്ങളുടെയും ആഗ്രഹം ഈ പൂക്കൈത ദേശത്ത് ഒരു കുളമ്പ് പോലും ശേഷിക്കാതെ സകല വ്യക്തികളോ ആ ദൈവം ഒരുക്കിയിരിക്കുന്ന ആ നിത്യതയ്ക്കകത്ത് എത്തിപ്പെടണമെന്ന ആഗ്രഹം ഞങ്ങൾക്കുണ്ട്. എന്നെ കേൾക്കുന്ന സഹോദര, ഇന്ന് രാത്രിക്കാലം മടങ്ങി വരുവാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? ആ കർത്താവിന്റെ സന്ദേശത്തിനകത്തേക്ക്, ആ കർത്താവിന്റെ നിത്യരാജ്യത്തിലേക്ക് കടന്നു വരുവാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? നിങ്ങളുടെ ഹൃദയങ്ങളെ സമർപ്പിക്കുന്നുവെങ്കിൽ, നിങ്ങളെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തുന്നുവെങ്കിൽ
ആമേൻ. ആമേൻ. അനിത്യമായിരിക്കുന്ന സന്തോഷത്തിനകത്തേക്ക് നിങ്ങൾക്ക് കടന്നു വരാനിടയായിത്തീരും. രണ്ടാമത് കാണുന്നു, തിരുവചനത്തിനകത്ത് വായിക്കുമ്പോ ദൈവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പുകയിൽ തള്ളിയിടുമെന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഇന്ന് രാത്രിയിൽ ശാന്തമായ അന്തരീക്ഷത്തോടെ വളരെ പ്രാർത്ഥനയോടെ ഞങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ, ആരും തന്നെ അനിത്യമായിരിക്കുന്ന ന്യായവിധിയിൽ അകപ്പെടാതെ എല്ലാവരെയും ക്രിസ്തുവിൻ്റെ ആ നിത്യരാജ്യത്തിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ആഹ്വാനം ചെയ്തുകൊണ്ട് ഇന്ന് രാത്രിയിൽ